ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. 23 അധ്യായത്തിൽ ടോട്ടൽ 56 വാക്യങ്ങളാണുള്ളത്. ടോട്ടൽ 56 വാക്യങ്ങളും 6 ഹെഡിങ്സുമാണ് നമുക്ക് 23 അധ്യായത്തിലുള്ളത്. പീലാത്തോസിൻ്റെ മുൻപിൽ, ഹെറോദോസിൻ്റെ മുൻപിൽ യേശുവിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ആദ്യത്തെ 2 മൂന്നാമത്തത് യേശുവിനെ വിധിക്കുന്നു, കുരിശുമരണം വിധിക്കുന്നു യേശുവിന്. 4 യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശുവ് ഗോൽഗോത്തായിലേക്കുള്ള ആ യാത്രയും അറ്റ് ലാസ്റ്റ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതുമാണ് ആ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. അടുത്തത് യേശുവിൻ്റെ മരണം, ലാസ്റ്റ് യേശുവിനെ സംസ്കരിക്കുന്നു. ഈ 6 ഹെഡിങ്സും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോണ്ടെക്സ്റ്റുകളാണ് പറഞ്ഞു പോകുന്നത്. ഈ 6 ഹെഡിങ്സും നമ്മുടെ 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സുവിശേഷകരും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ 23 അധ്യായം. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ 4 അധ്യായങ്ങളിലും നമുക്ക് ഈ റെഫറൻസുകൾ കാണാം. അപ്പോൾ 23 അധ്യായത്തിൻ്റെ ആദ്യത്തെ ഹെഡിങ് ആണ് പീലാത്തോസിൻ്റെ മുൻപിൽ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഹെഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് 22 അധ്യായത്തിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. ലാസ്റ്റത്തെ ഹെഡിങ് എന്തായിരുന്നു? ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഈശോ, അല്ലേ? ജനപ്രമാണികളുടെ വലിയൊരു കൗൺസിൽ കൂടിയേക്കാണ്. ആ കൗൺസിലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? യേശു നിൽക്കുന്നത്. യേശുവിനോട് അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രനാണോ? യേശു അതിനെന്താ മറുപടി കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. അപ്പോൾ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് ഒരാൾ സ്വയമേ രാജാവാണ്, അല്ലെങ്കിൽ സ്വയമേ മിശിഹായാണ്, സ്വയമേ ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ആൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ദുഷിച്ച് പറയുന്നത് പോലെയാണ് അന്നത്തെ സമൂഹം കണക്കാക്കിയിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യേശു സ്വയമേ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ദൂഷിക്കുകയാണ്, ദൈവദൂഷണം പറയുകയാണെന്ന് മനസ്സിലാക്കി അവർ യേശുവിനെതിരെ വലിയൊരു കേസ് ചാർജ് ചെയ്യുകയാണ്. ഇവൻ ദൈവദൂഷണം പറയാണ്, നിന്റെ നാവിൽ നിന്ന് തന്നെ ഞങ്ങളത് കേട്ടു, ഞങ്ങൾക്കിനി വേറെ സാക്ഷ്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇവരുടെ ഇനി നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്, അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ഒരു വ്യക്തി ദൈവദൂഷണം പറഞ്ഞാൽ ആ ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് മരണവിധിയാണ്. അയാളെ കൊന്നുകളയാനായിട്ടുള്ളൊരു വിധിയാണ് അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്. പക്ഷെ അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരാൾക്കേ അധികാരമുള്ളൂ. അത് റോമൻ ഗവർണറിനായിരുന്നു അധികാരം. റോമൻ ഗവർണർ എന്ന് പറയുന്നത് യൂദയ, സമരിയ പോലെയുള്ള സ്ഥലങ്ങളെ ഒന്നിച്ച് ഭരിച്ചിരുന്ന നേതാവായിരുന്നു റോമൻ ഗവർണർ. അന്നത്തെ റോമൻ ഗവർണർ ആരായിരുന്നു? പൊന്തിയോസ് പീലാത്തോസ് ആയിരുന്നു. അപ്പോൾ ഗവർണറിനാണ് ഈ മരണവിധി അല്ലെങ്കിൽ ഡെത്ത് വാറൻറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം റോമൻ നിയമം അനുസരിച്ചുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ പോവാണ്? ന്യായാധിപ സംഘം അവനെതിരെ കുറ്റം മനസ്സിലാക്കി കുറ്റം ചുമത്തിക്കൊണ്ട് നേരെ എന്ത് ചെയ്യാണ്? വിധിക്ക് വേണ്ടിയിട്ട്, ഈ മരണവിധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ റോമൻ ഗവർണറായിട്ടുള്ള പൊന്തിയോസ് പീലാത്തോസിന് മുൻപിലേക്ക് കൊണ്ടു ചെല്ലുന്ന രംഗമാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 1 വാക്യം നമുക്ക് നോക്കാം. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താണ്? അവരുടെ സംഘം, ന്യായാധിപ സംഘം, അല്ലേ? ജനപ്രമാണികളുടെ വലിയൊരു കൗൺസിൽ. അതിലാരൊക്കെയുണ്ട്? പ്രധാന പുരോഹിതന്മാരുണ്ട്, നിയമജ്ഞരുണ്ട്, അധികാരമുള്ള ഒരുപാട് ആളുകൾ ആ ഒരു സംഘത്തിലുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് യേശുവിനെ ഒറ്റയ്ക്കല്ല അവർ വിടുന്നത്. കാരണം എന്താണ്? അവർക്ക് വെറുതെ യേശുവിനെ വിട്ട് കത്തെഴുതി പീലാത്തോസിന് കൊടുക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. നേരിൽ ചെന്ന് കണ്ട് പീലാത്തോസിനോട് ഇവൻ ചെയ്ത കുറ്റം ബോധിപ്പിക്കാൻ കൂടിയാണ് അവർ യേശുവിൻ്റെ കൂടെ പോകുന്നത്. ഒറ്റക്കെട്ടായിട്ട് യേശുവിനെ കൂടെ ചെല്ലുകയാണ് അവർ. ഓക്കെ, യേശുവിനെതിരെ കുറ്റങ്ങൾ ചുമത്താൻ വേണ്ടിയിട്ട്, ഓരോ ആരോപണങ്ങൾ നിരത്താൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ കൂടെ അവർ ഒന്നാകെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എന്താണ്? അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. 2 വാക്യത്തിൽ പീലാത്തോസിൻ്റെ മുൻപിൽ ഈ വലിയ സംഘം യേശുവിനെതിരെയുള്ള കുറ്റങ്ങൾ ഇങ്ങനെ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്, ചാർജസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി, ഓരോന്നായിട്ട് എടുത്തു പറയാനായിട്ട് തുടങ്ങി. ഒന്നെന്താണ്? ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും, ആദ്യം എന്താ പറയുന്നത്? ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? യേശുവിൻ്റെ പഠനം, പഠിപ്പിക്കുന്ന രീതി, യേശു പറഞ്ഞു കൊടുക്കുന്ന ഉപമകൾ, ഇത് ജനങ്ങൾ അപ്പാടെ അനുസരിക്കാൻ തുടങ്ങുകയാണ്. യേശുവിന് അത്രമാത്രം
എന്താ പറയുക, പോപ്പുലാരിറ്റി ഈ ജനങ്ങളുടെ ഇടയിൽ ലഭിക്കാൻ തുടങ്ങി. യേശുവിന് അത്രമാത്രം സ്വാധീനം ആ ജനങ്ങളുടെ ഇടയിൽ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ പതിയെ പതിയെ യേശുവിനെ അനുകരിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി. മനസ്സിലായി? യേശു തെറ്റ് കണ്ടാൽ തെറ്റാണെന്നത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഓക്കെ, ഇത് തെറ്റാണ്, ഈ ആൾ ചെയ്യുന്നത് തെറ്റാണ്. അത് ഒരുപാട് പ്രാവശ്യം യേശു ഇതുപോലെ ഈ ജനപ്രമാണികളുടെ സംഘത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ ജനപ്രമാണികളുടെ സംഘത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടാമത് എന്തെന്നാണ്, ഇവരായിരുന്നു യേശുവിന് മുൻപ് വരെയും ഈ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും നിയമങ്ങളെക്കുറിച്ച് ഇവർ അറിയിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ആരായിരുന്നു? ഈ നിയമജ്ഞരും പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ യേശു വന്നതോടുകൂടി യേശു അവർക്കൊരു ചാലഞ്ചായിട്ട് മാറി, വെല്ലുവിളിയായിട്ട് മാറി. അപ്പോൾ യേശുവിനെ എങ്ങനെയെങ്കിലും നിശേഷം നശിപ്പിക്കണം. അതിനുവേണ്ടി അവൻ ആദ്യം ആരോപിക്കുന്നത് എന്താണ്? അവൻ ജനങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് എന്താ പറഞ്ഞേ? സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് ക്ലിയർ ആയിട്ട് യേശു പറയുന്നുണ്ട്. നീതിമാന്മാരെന്ന് തോന്നിക്കുന്ന ചാരന്മാരെ ഈ നിയമജ്ഞർ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ച് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ? യേശു ക്ലിയർ ആയിട്ട് മറുപടി പറയുന്നുണ്ട്, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പോൾ ഇതൊരു കള്ള അലിഗേഷനാണ്, യേശുവിനെതിരെയുള്ളൊരു കള്ളമായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ളൊരു ആരോപണമാണ് ഇവരിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും. തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ് യേശുവിനെതിരെ. യേശു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. മൂന്നാമത് എന്താണ്? താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ആരോപണമാണ് മൂന്നാമതായിട്ട് അവർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, റോമൻ നിയമം അനുസരിച്ച് ആരെങ്കിലും സ്വയമേ രാജാവോ ക്രിസ്തുവോ ആയിട്ട് അവകാശപ്പെടുകയാണെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? ദൈവദൂഷണം പറയാണ്. ദൈവദൂഷണം പറയുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താണ്? മരണവിധിയാണ്. അപ്പോൾ ഇതാണ് ഇവർ സീരിയസ് ആയിട്ട് കൊടുക്കുന്ന ഒരു അലിഗേഷൻ, യേശുവിനെതിരെ കൊടുക്കുന്ന ഒരു ആരോപണം. 3 ആരോപണങ്ങൾ നടത്തിയായിരുന്നു. 1, ഇവൻ ജനത്തെ വഴിതെറ്റിക്കുന്നുണ്ട്. 2, ഇവൻ സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നുണ്ട്. 3, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഏതാണ്? മൂന്നാമത്തതാണ്. ഇത് 3ഉം യേശുവിനെതിരെ അവർ കൊടുക്കുന്ന കള്ള ആരോപണങ്ങളാണ്. ഓക്കെ, ഇപ്പം ജനപ്രമാണികളുടെ സംഘത്തിന് എന്തുകൊണ്ടിട്ടായിരിക്കും ഈശോയോട് ഇത്രമാത്രം വിരോധം? 3 കാര്യങ്ങളുണ്ട്. 1, അവർക്ക് ഈശോയോട് ഭയങ്കര അസൂയായിരുന്നു. കാരണം അവർക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു പോപ്പുലാരിറ്റിയും സ്വാധീനവും ഒക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ജനങ്ങളുടെ ഇടയിൽ യേശുവിന് ലഭിച്ചിട്ടുണ്ട്. 2, അവർക്ക് യേശു ഒരു പ്രതിസന്ധിയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് യേശു ഒരു ചാലഞ്ചായിരുന്നു, ഒരു ത്രെട്ടായിരുന്നു. കാരണം അവരുടെ അധികാര പരിധിയിലേക്ക് യേശു കടന്നു കയറി ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളെ പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് തന്നെ ഒരു ചാലഞ്ചായിട്ട്, വെല്ലുവിളിയായിട്ട് യേശു മാറിയിരുന്നു. 3, യേശുവിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് അവരതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഈ 3 കാര്യങ്ങളും കൂടി ഒന്നിച്ചപ്പോഴാണ് യേശുവിനെതിരെ ഇത്രമാത്രം കള്ള ആരോപണങ്ങൾ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. ഓക്കെ, 3-ാമത്തെ വാക്യം, പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. ഇവിടെ പീലാത്തോസ് അവരുടെ എല്ലാവരുടെയും ആ ഒരു ആരോപണങ്ങൾ പാടെ വിശ്വസിക്കുന്നില്ല, പാടെ കൺസിഡർ ചെയ്യുന്നില്ല. യേശുവിന് ഒരവസരം കൊടുക്കുന്നുണ്ട് പീലാത്തോസ്. എന്താ ചോദിക്കുന്നത്? നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറ, നിന്റെ നാവിൽ നിന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, നീ തന്നെ പറ. യേശു മറുപടി കൊടുക്കുകയാണ്, നീ തന്നെ പറയുന്നുവല്ലോ. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, ഇത്രമാത്രം വലിയൊരാൾ, റോമൻ അധികാരിയായിട്ടുള്ള പീലാത്തോസിൻ്റെ ചോദ്യത്തെ യേശുവിന് വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാമായിരുന്നു. യേശുവിന് ഒരുപാട് സ്ഥലങ്ങളിൽ യേശു മിണ്ടാതിരുന്നിട്ടുണ്ട്. യേശുവിൻ്റെ ആ ഒരു സൈലൻസ് യേശു ഉത്തരം പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രത്യാഘാതങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? അത്തരമൊരു സൈലൻസ് യേശുവിന് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ യേശു സൈലൻ്റായി നിന്നില്ല. എന്തുകൊണ്ടിട്ടാണ്? പീലാത്തോസിനെ യേശു ബഹുമാനിച്ചിരുന്നു. പീലാത്തോസിൻ്റെ ആ ഒരു പദവിയെ യേശു റെസ്പെക്റ്റ് ചെയ്തിരുന്നു. യേശു തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അതാണ്, യേശു നിരസിച്ചില്ല, ആ ചോദ്യത്തിന് ഉത്തരം യേശു നിരസിച്ചില്ല. 2, വ്യക്തമായിട്ട് യേശു അത് പറഞ്ഞില്ല. ഞാനാണ് അതെന്ന് യേശു അവകാശപ്പെടുന്നില്ല. യേശുവിന് അധികാരം ആവശ്യമില്ല, യേശുവിന് പദവി ആവശ്യമില്ല. അതുകൊണ്ട് യേശു വ്യക്തമാക്കി അത് പറഞ്ഞുമില്ല. അപ്പം നിരസിച്ചുമില്ല, യേശു അത് വ്യക്തമായിട്ട് പറഞ്ഞുമില്ല. തൻ്റെ അവകാശം വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് യേശു പറഞ്ഞു, നീ തന്നെ
പറയുന്നുവല്ലോ. ഇത് പണ്ടത്തെ ഒരു ശൈലിയും കൂടിയാണ് കേട്ടോ. റബ്ബിമാർ പണ്ട് ഉത്തരം പറഞ്ഞിരുന്നത് യെസ് എന്നോ നോ എന്നോ ആയിരുന്നില്ല, ഇതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഉത്തരം പറയുക. അതുപോലെയാണ് യേശുവും ഉത്തരം പറഞ്ഞത്. 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ പീലാത്തോസ് യേശുവിൻ്റെ ആ ഒരു നിഷ്കളങ്കതയിൽ അതിയായിട്ട് വിശ്വസിച്ചിരുന്നു. യേശു നീതിമാനാണ് എന്ന് പീലാത്തോസ് വിശ്വസിച്ചിരുന്നു. അപ്പോൾ പീലാത്തോസിൻ്റെ ആ വലിയൊരു എക്സാമിനേഷന് ശേഷം പീലാത്തോസ് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ ന്യായാധിപ സംഘത്തിന് ഉത്തരം കൊടുക്കുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഈ മനുഷ്യൻ നീതിമാനാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും വലിയ പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, നിങ്ങൾ ആരോപിച്ച പോലത്തെ ചാർജുകളൊന്നും ഞാൻ ഈ വ്യക്തിയിൽ കാണുന്നില്ല. ക്ലിയർ ആയിട്ട് പീലാത്തോസ് അവർക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടെ വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. അപ്പോൾ പീലാത്തോസിനോട് അവർ നിർബന്ധപൂർവ്വം പറയാണ്, കുറച്ചും കൂടി തീക്ഷ്ണമായിട്ടുള്ള ആരോപണങ്ങൾ പീലാത്തോസിന് മുൻപിൽ നിരത്തുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇവൻ ഗലീലി മുതൽ ഇവിടെ വരെയും യൂദയായിലെങ്ങും. ഇപ്പം യേശു ഇവിടെ ജെറുസലേമിലാണ്, യൂദയായുടെ അകത്താണ് അല്ലേ. അപ്പോൾ യൂദയായിലെങ്ങും എവിടെ മുതലാണ്? ഗലീലി മുതൽ. ഗലീലിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? യേശു തൻ്റെ ഈ ഒരു ഭൂമിയിലെ ആ വലിയൊരു ശുശ്രൂഷ അല്ലെങ്കിൽ ദൗത്യം ആരംഭിക്കുന്നത് ഈ ഗലീലിയിലാണ്. യേശു തൻ്റെ ദൗത്യം പിന്തുടർന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ള ശിഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത്, നിയോഗിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നതും ഈ ഗലീലിയിലാണ്. യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതങ്ങളും പിന്നീട് ഒരുപാട് അത്ഭുതങ്ങളും നടത്തിയതും ഈ ഗലീലിയിലാണ്. അപ്പോൾ ഗലീലി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഈ ഒരു മിഷൻ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ഗലീലി. അതുമാത്രമല്ല, ഗലീലിക്ക് കുറേ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ റോമൻ അധികാരത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വലിയൊരു ജനതയുള്ള സ്ഥലം കൂടിയാണ് ഗലീലി എന്ന് പറയുന്നത്. അപ്പോൾ ഗലീലി മുതൽ ഇപ്പോൾ യേശു എത്തി നിൽക്കുന്ന ജെറുസലേം അടങ്ങുന്ന യൂദയ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവൻ്റെ പഠിപ്പിക്കൽ വഴി, ഇവൻ്റെ ഉപമകൾ വഴി, ഇവൻ്റെ കുറ്റം യേശു എപ്പോഴും ഒരാൾ ചെയ്ത കുറ്റം ചൂണ്ടിക്കാണിക്കാറുണ്ട്. റോമൻ അധികാരികൾ ചെയ്യുന്ന കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, നിയമജ്ഞർ ചെയ്യുന്ന കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഫരീസേയർ ചെയ്യുന്ന കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കുറ്റങ്ങൾ പോലും യേശു ഈ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുവഴി ജനങ്ങൾ പതിയെ ഇവർക്കെതിരായിട്ട് തിരിയുന്നതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. കാരണം യേശു ഇവർക്കൊരു ചാലഞ്ചാണ്, വെല്ലുവിളിയാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, നിലനിർത്തിക്കൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ യേശുവിനെ അവർക്ക് ഇല്ലാണ്ടാക്കണം. അതിനുവേണ്ടി ഇവർ അവസാനം കൊടുക്കുന്ന ഒരു ആരോപണമാണ്, ഗലീലി മുതൽ ഇവിടെ വരെയുള്ള സകല ജനങ്ങളെയും ഇവൻ്റെ പഠനം വഴി, പഠിപ്പിക്കൽ വഴി ഇവൻ എന്ത് ചെയ്യാണ്? ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്, റിബല്യസ് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ ആരോപണം പീലാത്തോസിനോട് പറയാണ്. ഇവിടെ സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാണ്? ഈ ഗലീലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പീലാത്തോസിന് മനസ്സിലായി യേശുവിന് കുറ്റങ്ങളൊന്നുമില്ല, യേശു വളരെ നീതിമാനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും ഈ യേശുവിനെ കുറ്റം ചുമത്തുന്നതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ സാധിച്ചെങ്കിൽ അത്രയും നല്ലത് എന്ന് നമ്മുടെ പീലാത്തോസ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ഗലീലി എന്നുള്ള വാക്ക് പീലാത്തോസ് കേൾക്കുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ 2-ാമത്തെ ഹെഡിങ് വരുന്നത്, ഹേറോദോസിൻ്റെ മുൻപിൽ. 6-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചാൽ, ഗലീലിയ ഈ റോമൻ ഗവർണറിൻ്റെ അധികാരത്തിൽ പെട്ട സ്ഥലമല്ല, അതൊരു കുഞ്ഞു പ്രൊവിഷ്യയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഭരണാധികാരികളുണ്ട്. അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഈ ഹേറോദോസ്. അപ്പോൾ ഗലീലിക്കാരനായതുകൊണ്ട് പൊന്തിയോസ് പീലാത്തോസിൻ്റെ മനസ്സിൽ 2 കാര്യങ്ങൾ ഉദിച്ചു. ഒന്ന്, ഇവനെ വിധിക്കുന്നതിൽ നിന്ന് എനിക്കൊന്ന് മാറി നിൽക്കണം, കാരണം ഇവൻ നീതിമാനാണ്, നീതിമാൻ്റെ രക്തത്തിൽ പങ്കുപറ്റാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇവനെ വിധിക്കുന്നതിൽ നിന്ന് എനിക്കൊരു അവോയ്ഡ് ചെയ്യണം, എനിക്ക് ആ ഒരു സീൻ. അത് ഒന്ന് പീലാത്തോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 2, ഹെറോദോസിന് വിട്ടുകൊടുക്കാം, ഹെറോദോസിന് ഇഷ്ടം പോലെ വിധിച്ചോട്ടെ എന്നുള്ള രീതിയിൽ യേശുവിനെ അവർ ഹെറോദോസിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഗലീലിയയിലെ ഭരണാധികാരിയായിട്ടുള്ള ഹെറോദോസിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവൻ ഹേറോദോസിൻ്റെ അധികാരത്തിൽ പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹേറോദോസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു.
അപ്പം എന്താ പറയുന്നത്? ഗലീലിക്കാരനായതുകൊണ്ട് ഗലീലിയിലെ ഭരണാധികാരിയായിട്ടുള്ള ഹെറോദോസിൻ്റെ അടുത്തേക്ക് പീലാത്തോസ് യേശുവിനെ അഴക്കുകയാണ്. അവൻ തീരുമാനിക്കട്ടെ യേശുവിൻ്റെ വിധി എന്താണെന്ന്. ഇനി എനിക്കറിയണ്ട, എനിക്കതിൽ പങ്കുചേരാനും പറ്റില്ല, ഞാനത് അവോയ്ഡ് ചെയ്യാണ്, ഹെറോദോസ് തീരുമാനിച്ചോട്ടെ. എന്നിട്ട് പറയാണ്, അത്രയും ദൂരമൊന്നും പോകേണ്ടി വന്നില്ല, ഗലീലി വരെയൊന്നും പോകേണ്ടി വന്നില്ല. ആ ദിവസങ്ങളിൽ ഹെറോദോസ് എവിടെ ഉണ്ടായിരുന്നു? ജെറുസലേമിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? പെസഹായായിരുന്നു. പെസഹ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശങ്ങളിലുള്ള സകല ആളുകളും, പ്രത്യേകിച്ച് ഭരണാധികാരികളെല്ലാവരും ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ജെറുസലേമിൽ വരിക പതിവായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹെറോദോസ് എവിടെ ഉണ്ടായിരുന്നു? ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരേക്കൊന്നും പോകേണ്ടി വന്നില്ല, അടുത്ത് തന്നെ ജെറുസലേമിൽ തന്നെ ഹെറോദോസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഹെറോദോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ് വിചാരണയ്ക്കായിട്ട്. 8ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഹെറോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. അപ്പോൾ ഹെറോദോസ് ആദ്യം എന്താ ചെയ്തത്? അത്യധികം സന്തോഷിക്കുകയാണ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. സന്തോഷിച്ചതിൻ്റെ കാര്യമാണ് പിന്നീട് പറയുന്നത്. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഒന്നാമതെന്താണ്? യേശുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഹെറോദോസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാനായിട്ട് ഹെറോദോസ് ആഗ്രഹിച്ചിരുന്നു. കാണുക മാത്രമല്ല, അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തെന്നാണ് ഇവിടുത്തെ മെയിൻ ഉദ്ദേശം, മോട്ടീവ് എന്തെന്നാണ്? യേശുവിനെ കാണണം, അതിലുപരി യേശു പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതവും കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ പവർ ഉപയോഗിച്ച് തനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണം. ഇതാണ് ഹെറോദോസിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടിട്ടാണ് ഹെറോദോസ് യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചത്. എന്താണ്? ഹെറോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചു. സ്വാഭാവികം. പക്ഷെ അടുത്തതാണ് കുറച്ചും കൂടി എന്താ പറയുക, ഗ്രീഡി ആയിട്ടുള്ളൊരു മോട്ടീവായിരുന്നു അയാൾക്കടെ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടാവണം യേശുവിൻ്റെ അത്ഭുതത്തിൽ നിന്ന്. യേശുവിൻ്റെ പവർ ഉപയോഗിച്ച് തനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു നേട്ടം കിട്ടണം. അതാണല്ലോ അത്ഭുതം. അപ്പോൾ അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് 8ാമത്തെ വാക്യം. 9ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷെ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ക്ലിയർ ആയിട്ട് യേശു സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ചില സമയത്ത് യേശുവിൻ്റെ സൈലൻസ് യേശു എന്തെങ്കിലും ഉത്തരം കൊടുത്താൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ ഹെറോദോസിന് ദേഷ്യം വരുന്നുണ്ട്. യേശുവിൻ്റെ ആ ഒരു സൈലൻസിൽ നിന്ന് ഹെറോദോസിന് അത്രമാത്രം ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹെറോദോസ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും യേശു അവിടെ എന്താ ചെയ്തത്? സൈലൻ്റ് ആയിട്ട് നിൽക്കുക ചെയ്തത്. അപ്പോൾ രണ്ട് ക്യാരക്ടർ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, ഹെറോദോസിൻ്റെ ക്യാരക്ടർ എന്താണ്? ഹെറോദോസ് എപ്പോഴും എന്താ പറഞ്ഞത്, ഒരു അത്ഭുതം കാണുക, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, അതിന് ആയിരുന്നു അയാളുടെ ആകാംക്ഷ എന്ന് പറയുന്നത്. പക്ഷേ യേശു എന്താ അവിടെ ചെയ്തത്? യേശു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഓർത്തിരുന്നത്. യേശു അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടൊന്നും ഒന്നും ഉത്തരം പറഞ്ഞില്ല. അത് മാത്രമല്ല, ദൃശ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെറോദോസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. ഒരു അത്ഭുതം കണ്ണിന് കാണണം, ദൃശ്യമാകണം. അപ്പം ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെറോദോസിൻ്റെ തീഷ്ണത അല്ലെങ്കിൽ ഹെറോദോസിൻ്റെ ആ ഒരു ആകാംക്ഷ. പക്ഷേ യേശുവോ ദൃശ്യമല്ലാത്ത ആത്മീയതയുടെ ഉത്തരമായിട്ടുള്ള സത്യവും നീതിക്കുമാണെന്നും യേശു മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ ഒരാൾ ദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയപ്പോൾ മറ്റൊരാൾ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി. ഒരാൾ ഭൂമിയിലെ കാര്യങ്ങളുടെ പുറകെ പോയപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? യേശു എന്താ ചെയ്തത്? ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. രണ്ട് ക്യാരക്ടർ കോൺട്രാസ്റ്റാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, 10ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. അവിടെയും അവർ യേശുവിനെ ഒറ്റയ്ക്കല്ല വിട്ടത്, അവിടെയും അവർ കൂടെ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ അവൻ്റെ കുറ്റങ്ങൾ ഹെറോദോസിനെ ബോധിപ്പിക്കണം. ഇവൻ ഇന്ന കുറ്റങ്ങൾ ചെയ്ത ആളാണ് എന്ന് ഹെറോദോസിനെ ബോധിപ്പിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഹെറോദോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ വിട്ടപ്പോൾ അവരെല്ലാവരും കൂടെ ചെല്ലുകയാണ്. ന്യായാധിപ സംഘത്തിലെ ആളുകളും ജനപ്രമാണികളുടെ വലിയ കൂട്ടവും ഒക്കെ കൂടെ ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? യേശുവിനെതിരെ ഇതുപോലത്തെ ഓരോരോ കള്ള ആരോപണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെയല്ല അവരെന്താ ചെയ്തത്? ആവേശപൂർവ്വം വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് യേശുവിനെ കൊല്ലാൻ വിധിക്കണം, അല്ലെങ്കിൽ യേശു മരണവിധി കൊടുക്കണം യേശുവിന്. അതിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെ ആവേശപൂർവ്വം യേശുവിനെതിരെയുള്ള കുറ്റങ്ങൾ, തെറ്റായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, നമ്മുടെ പന്തിയോസ് പീലാത്തോസ് വീഴാതിരുന്നത് പോലെ ഹെറോദോസ് വീഴാതിരുന്നില്ല. ഹെറോദോസ് അവരുടെ ആരോപണങ്ങളിലൊക്കെ വീണു.
ഹെറോദോസ് എന്താ ചെയ്തത്? തൻ്റെ പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 11-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 9-ാമത്തെ വാക്യത്തിൻ്റെയും 10-ാമത്തെ വാക്യത്തിൻ്റെയും ഒരു ഔട്ട്പുട്ടാണ്. 9-ാമത്തെ വാക്യം എന്താണ്? ഹെറോദോസിന് പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവം കിട്ടി. താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് യേശു തിരിച്ചുത്തരം പറഞ്ഞില്ല. താൻ അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞപ്പോൾ യേശു അത്ഭുതം പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് ഹെറോദോസ് ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ദേഷ്യം വന്നിരുന്നു. അതിനൊപ്പം തന്നെയാണ് 10-ാമത്തെ വാക്യത്തിൽ ഇവരെല്ലാവരും യേശുവിനെതിരെ ആവേശപൂർവ്വം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയത്. ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് ഈ 11-ാമത്തെ വാക്യം സംഭവിക്കുന്നത്. എന്താണ്? ഹെറോദോസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ ഒരുപാട് നിന്ദിക്കുകയും ഒരുപാട് അധിക്ഷേപിക്കുകയും ചെയ്തു. യേശുവിനെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രമാത്രം യേശുവിനെ അവർ ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഓക്കെ, നിന്ദിച്ചു, അവനെ അധിക്ഷേപിച്ചു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഇയാൾക്കും പക്ഷെ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എന്ത് ചെയ്യണം യേശുവിനെ എന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ നിന്ദ്യതയുടെ ഏറ്റവും അറ്റമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്. എന്താണ്? വളരെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. അന്നത്തെ കാലത്ത് ഈ അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് രാജ്ഞിമാരും രാജാക്കന്മാരും കൊടുക്കുന്ന വലിയൊരു വസ്ത്രമുണ്ട്, നീണ്ടൊരു റോബുണ്ട്. അത് ഉടുപ്പിച്ച് യേശുവിനെ തിരിച്ചഴക്കണം. യേശു രാജാവാണെന്ന് പറഞ്ഞതാണല്ലോ വലിയ ആരോപണം. അപ്പം നീ രാജാവാണെങ്കിൽ നീ രാജാവിൻ്റെ വസ്ത്രം ഉടുക്കുക എന്നും പറഞ്ഞ് യേശുവിനെ ഹെറോദോസ് ഒരു വസ്ത്രം ഉടുപ്പിക്കുന്നുണ്ട്, പകിട്ടേറിയ വസ്ത്രം. ഓക്കെ, ഒരു ചുമന്ന നീളത്തിലുള്ളൊരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിടുകയാണ്. ഓക്കെ, ആൻഡ് 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, അന്നു മുതൽ ഹെറോദോസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുൻപ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം, അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലെ ഭരണാധികാരികൾ എന്ന നിലയിൽ അതിർത്തികളുടെ പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയമായിട്ടുള്ള തലത്തിലുള്ള ഒരുപാട് തർക്കങ്ങളുണ്ടാകും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ പീലാത്തോസും ഈ ഹെറോദോസും. യേശുവിനെ വിചാരണ കഴിഞ്ഞപ്പോൾ ആ ദിവസം, യേശുവിനെ വിചാരണ നടത്തുന്ന ആ ദിവസം മുതൽ രണ്ടു പേർക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല ആ ഒരു കാര്യത്തിൽ. ആ ഒരു നിമിഷം മുതൽ ഈ ഹെറോദോസും ഈ പീലാത്തോസും ഫ്രണ്ട്സായി എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? അതിന് മുൻപ് വരെയും അവർ ശത്രുക്കളായിരുന്നു. നമുക്കറിയാം, പല കാര്യങ്ങളുണ്ടാകും. പൊളിറ്റിക്കൽ കാര്യം ഉണ്ടാകും, ടെറിറ്റോറിയൽ കാര്യമുണ്ടാകും, ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ രാജാക്കന്മാർ തമ്മിൽ പരസ്പരം, ഭരണാധിപന്മാർ തമ്മിൽ പരസ്പരം ഉണ്ടാകും. പക്ഷേ യേശുവിനെ വിചാരണ ചെയ്യുന്ന അന്ന് മുതൽ അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് മാറിയെന്നാണ് വചനം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ ഉള്ളത്. 3-ാമത്തെ ഹെഡിങ് ആണ് യേശുവിനെ വിധിക്കുന്നു. ഓക്കെ, യേശുവിനെ വിധിക്കുന്നു. 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ ഉള്ളത്. 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു. അപ്പോൾ ഡിസ്കഷന് വേണ്ടിയിട്ട് പീലാത്തോസ് ഇത്രയും ആൾക്കാരെ ഒന്നിച്ചു കൂട്ടുകയാണ്. ആരൊക്കെയാണ്? പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാർ, അതിലെല്ലാവരും പെടും. നിയമജ്ഞർ പെടും, ന്യായാധിപ സംഘത്തിലെ ആളുകൾ പെടും, ജനപ്രമാണികളുടെ സംഘത്തിലെ ആളുകൾ പെടും. അപ്പോൾ എല്ലാവരെയും പ്ലസ് ജനങ്ങളെയും ഒന്നിച്ചു കൂട്ടിയേക്കാണ്. അപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീലാത്തോസ് ഒന്നിച്ചു കൂട്ടുന്നത്. ഇവിടെ പീലാത്തോസ് വലിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പീലാത്തോസിന് സ്വയമേ മനസ്സിലായി ഇയാൾ നീതിമാനാണ്, ഇയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പോൾ പീലാത്തോസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇയാൾ റിലീസ് ചെയ്യണം. യേശുവിനെ വിധി നടത്താതെ യേശുവിനെ റിലീസ് ചെയ്യാൻ പറ്റണം. അതായിരുന്നു നമ്മുടെ പീലാത്തോസിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം, ഡിസയർ. പക്ഷേ ജനങ്ങളും ഈ പ്രമാണികളും ഒക്കെ ഇതിനെതിരാണ്. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഞാൻ എന്താ ഇതിന് ഉത്തരം കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പീലാത്തോസ് ഡിസ്കഷന് വിളിക്കുകയാണ് അവരെ. പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടുകയാണ്, ഒരു ചാൻസ് ഉണ്ടെങ്കിൽ യേശുവിനെ റിലീസാക്കി വിടാനായിട്ട്. 14-ാമത്തെ വാക്യത്തിൽ, ജനത്തെ വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അല്ലേ, ജനത്തെ വഴി പിഴപ്പിക്കുന്നു. റോമൻ നിയമം അനുസരിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം ചെയ്യുന്നതാണ് ഒരു ജനത്തെ റിബല്യസ് ആക്കി മാറ്റുക എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ്റിനെതിരെ ആ ജനത്തെ കലാപകാരാക്കി മാറ്റുക എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈമാണ്. ആ ക്രൈമിന് എന്ത് തന്നെ കൊടുക്കണം? മരണവിധി തന്നെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ആരോപിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് യേശു.
ഇതാ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇവനെ ഞാൻ വിസ്തരിച്ചതും. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരോപിച്ച ഒരു കുറ്റങ്ങൾക്കും ഒരു എവിഡൻസും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഇവനെ വളരെ ക്ലീൻ ആയിട്ട് എക്സാമിൻ ചെയ്തു. ഞാൻ വളരെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ കേൾക്കെ തന്നെ ഇവനോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഒന്നിലും എനിക്കൊരു എവിഡൻസ് കിട്ടിയില്ല. ഇവൻ ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല എന്ന് ആരോട് പറയാണ്? ഈ ജനങ്ങളോടും നേതാക്കന്മാരോടും പ്രധാന പുരോഹിതന്മാരുടെ സംഘത്തോടും ഒക്കെ പീലാത്തോസ് ഉറക്കി വിളിച്ചു പറയാണ്. വീണ്ടും ന്യായീകരിക്കുകയാണ് പീലാത്തോസ്. അതെൻ്റെ മാത്രം കാഴ്ചപ്പാടല്ല, ഹെറോദോസിനടുത്ത് കൊണ്ടുപോയി. ഹെറോദോസും എന്ത് ചെയ്തു? അവനും ഒന്നും കാണാൻ പറ്റിയില്ല. ഇവനെതിരെ ഒരു കുറ്റവും ഹെറോദോസിനും കാണാൻ പറ്റിയില്ല. 15-ാമത്തെ വാക്യം പറയാണ്, ഹെറോദോസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. കണ്ട, ഹെറോദോസ് അത് കണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവന് എന്തെങ്കിലും ശിക്ഷ വിധിച്ചാനെ. ഒരു ശിക്ഷ പോലും വിധിക്കാതെ ഹെറോദോസ് എൻ്റെ അടുത്തേക്ക് യേശുവിനെ തിരിച്ചയച്ചിരിക്കുകയാണ്. അപ്പോൾ ഹെറോദോസ് പോലും യേശുവിനെതിരായിട്ടൊരു കുറ്റവും കണ്ടിട്ടില്ല. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അപ്പോൾ പറയാണ്, മരണശിക്ഷ നിങ്ങൾ പറയുന്ന ഇത്രയും വലിയൊരു ക്രൈം, ആ ക്രൈമിനല്ല ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് ഇവൻ അർഹിക്കുന്നില്ല. അതിനുള്ള ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് വീണ്ടും അവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 14-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും പീലാത്തോസ് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യേശുവിനെ റിലീസ് ചെയ്യുക, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അവൻ നീതിമാനാണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയാണ്. അങ്ങനെ 15-ാമത്തെ വാക്യം കഴിഞ്ഞു. 16-ാമത്തെ വാക്യം, അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പണിഷ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഒരു ചെറിയ പണിഷ്മെൻറ്റ്, നിങ്ങൾ ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ആളല്ലേ, അപ്പോൾ ഞാൻ ചെറിയൊരു പണിഷ്മെൻറ്റ് അവന് കൊടുക്കാം, ചമ്മട്ടി അടി കൊടുത്തിട്ട് അവനെ റിലീസ് ചെയ്യാം എന്ന് ഒരു സൊല്യൂഷനും ആര് പറയാണ്? പൊന്തിയോസ് പീലാത്തോസ് പറയാണ്. ഓക്കെ, നമുക്കിത് ചെയ്യാം. 17-ാമത്തെ വാക്യത്തിൽ 17ഉം 18ഉം ഒന്നിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. 17ഉം 18ഉം ഒന്നിച്ച് പഠിക്കാം. അവർ ഏകസ്വരത്തിൽ, ജനതകളെല്ലാവരും ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു റോമൻ കസ്റ്റമുണ്ട്, ആചാരമുണ്ട്. ഈ പെസഹ തിരുനാളിൻ്റെ അന്ന്, പെസഹ ആചരിക്കുന്നതിൻ്റെ അന്ന് തടങ്കലിൽ അടക്കപ്പെട്ട അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് മോചിപ്പിക്കുന്ന ഒരു പതിവ് അന്നത്തെ ഒരു ആചാരമായിരുന്നു, റോമൻ ആചാരമായിരുന്നു. അപ്പോൾ പീലാത്തോസ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ പെസഹായിക്ക് ആരെ കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? യേശുവിനെ വിട്ടു കൊടുക്കണം എന്നാണ് പീലാത്തോസ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം വെച്ചിട്ടാണ് പീലാത്തോസ് പറയുന്നത്, ഞാൻ ഇവൻ്റെ ചമ്മട്ടി അടി കൊണ്ട് ഇതാക്കി വിട്ടയച്ചോളാം എന്ന് പറയുന്നത്. പക്ഷെ ജനങ്ങളെല്ലാവരും ഒരു സ്വരത്തിൽ, ജനപ്രമാണികൾ അത്രമാത്രം സ്വാധീനിച്ച് അവരുടെ മൈൻഡിനെ അത്രമാത്രം ക്രൂവലാക്കി മാറ്റി. അതുകൊണ്ടിട്ടാണ് അവർ ഏകസ്വരത്തിൽ പറഞ്ഞത്, ഇവനെ കൊണ്ടുപോയി ഇവന് ശിക്ഷ കൊടുക്കുക. ഞങ്ങൾക്ക് ആരെ വിട്ടു തന്നാൽ മതി? ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. ആരാണ് ഈ ബറാബാസ്? അതിനുള്ള ഉത്തരമാണ് 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യത്തിൽ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട് ആരാണ് ഈ ബറാബാസ് എന്ന്. ബറാബാസ് ആരാണ്? പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. 2 മെയിൻ കുറ്റമാണ് ഇവനെതിരെ ഉള്ളത്. ഒന്നെന്താണ്? കലാപം. വധശിക്ഷ കിട്ടുന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് ഈ കലാപവും. ഓക്കെ, കലാപവും കൊലപാതകവും നടത്തിയ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് ആര്? ബറാബാസ് എന്ന് പറയുന്നത്. ആ ബറാബാസിനെയാണ് ജനങ്ങൾ യേശുവിന് പകരം ചോദിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണല്ലേ. യേശു വളരെ നീതിമാനായിട്ടുള്ളൊരു വ്യക്തി വേഴ്സസ് ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനൽ. അപ്പം ജനങ്ങളുടെ ആ ഒരു ചോയ്സ് നോക്കിയേ. ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെ വേണ്ടാന്ന് വെച്ചിട്ട് വയലൻ്റ് ആയിട്ടുള്ള കലാപകാരി ആയിട്ടുള്ള ഒരാളെ വിളിക്കുകയാണ്, രക്ഷിക്കുകയാണ്, റിലീസ് ചെയ്യാണ്. ഇവിടെ ഈശോയ്ക്ക് നിഷേധിക്കപ്പെട്ടത് എന്താണ്? നീതിയാണ്. ഓക്കെ, അപ്പോൾ യേശുവിനെ അവർ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുക, അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് കൊണ്ടുപോകുക, ഞങ്ങൾക്ക് ആരെ മതി? വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ബറാബാസിനെ മതി എന്ന് ജനങ്ങൾ പറയാണ്. ജനങ്ങളുടെ മൈൻഡിനെ അത്രമാത്രം ജനപ്രമാണികളും സംഘവും കൂടി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 20-ാമത്തെ വാക്യം നമുക്ക് നോക്കാം.
യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അപ്പം ആദ്യം 14-15 വാക്യത്തിൽ യേശുവിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീലാത്തോസ് ആഗ്രഹിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രണ്ടാം പ്രാവശ്യം ചോദിക്കുന്നത് 20 വാക്യത്തിലാണ്. എന്താ ചോദിക്കുന്നത്? യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി ഈ സംഘത്തോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചത്? പീലാത്തോസ്, യേശുവിനെ നിങ്ങൾ റിലീസ് ചെയ്യുക, ബറാബാസിനെ നമുക്ക് ഇവിടെ നിർത്താം. കാരണം ബറാബാസ് ഇത്രമാത്രം വലിയൊരു ക്രിമിനലാണ്. നമ്മുടെ ഈ ഗവൺമെൻറ്റിന് തന്നെ, അതോറിറ്റിക്ക് തന്നെ, അധികാരികൾക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ഇവൻ, അല്ലേ? അപ്പോൾ ഇവനെ നമുക്ക് അകത്ത് തന്നെ ഇട്ട് യേശുവിനെ റിലീസ് ചെയ്യാം എന്നൊരിക്കൽ കൂടി നമ്മുടെ പന്തിയോസ് പിലാത്തോസ് ഈ സംഘത്തോട് ചോദിക്കുന്നുണ്ട്. അവരതിന് എന്തുത്തരാ കൊടുത്തത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയും നേരം കൊണ്ടുപോകുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ രണ്ടാമത് പീലാത്തോസ് ചോദിച്ചപ്പോൾ ജനം ക്ലിയറായിട്ട് പറയുന്നുണ്ട്, അവന് എന്ത് ശിക്ഷ കൊടുക്കണം? അവനെ കുരിശിൽ തറയ്ക്കണം. ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാണ് ജനം ഇവിടെ. 22 വാക്യത്തിൽ 3 പ്രാവശ്യം പീലാത്തോസ് ചോദിക്കുകയാണ്, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അപ്പം പീലാത്തോസ് 3 പ്രാവശ്യവും ജനങ്ങളോട് പറയാം, എന്ത് മണ്ടത്തരാ നിങ്ങൾ ഈ പറയണത്? അത്തരം കുറ്റങ്ങളൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഞാൻ അത്തരം കുറ്റങ്ങൾ ഈ മനുഷ്യരിൽ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും ഈ വ്യക്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ശിക്ഷ, ചമ്മട്ടി അടി കൊടുത്തിട്ട്, ചെറിയ ശിക്ഷ കൊടുത്തിട്ട് ഞാൻ ഈ മനുഷ്യനെ വിട്ടയക്കാൻ പോവാണ് എന്ന് ആര് പറയാണ്? പീലാത്തോസ് പറയാണ്. ഇവിടെ 3 പ്രാവശ്യം പീലാത്തോസ് ഈ ജനങ്ങളോട് പറയുന്നുണ്ട്, യേശുവിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസാന പഴുതായിട്ട് 3 പ്രാവശ്യം പീലാത്തോസ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ഒരു നീതിമാനായിട്ടുള്ള മനുഷ്യനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനെ കൊന്നു കഴിഞ്ഞാൽ, നാളെ ഇവരനുഭവിക്കേണ്ട ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഏത് കാര്യത്തിന് 2 വശം ഉണ്ടാവും. അപ്പം ഇത്രമാത്രം നീതിമാനാണെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ കൊന്നു കളഞ്ഞാൽ നാളെ ഈ അതോറിറ്റികൾ, അധികാരികൾ വലിയ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരും. ഇതായിരുന്നു പീലാത്തോസിൻ്റെ മനസ്സിൽ കൂടിപ്പോയ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്നാണ്? തൻ്റെ മനസാക്ഷിക്ക് ചേരാത്തൊരു കാര്യമാണ് താൻ ഇനി സംവദിക്കാൻ പോകുന്നത്, അല്ലേ? കാരണം മനസാക്ഷി എന്താ പറയുന്നത്? ഈ വ്യക്തി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നീതിമാനാണ്. അപ്പോൾ തൻ്റെ മനസാക്ഷി പറയുന്ന കാര്യമാണ് പീലാത്തോസിന് മുന്നിൽ. ജനങ്ങൾ പറയുന്നതും തൻ്റെ ഉള്ളിലുള്ള കാര്യവും കൂടി വലിയൊരു കൺഫ്യൂഷനായിട്ട് പീലാത്തോസിന് നിൽക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് പീലാത്തോസ് 3 പ്രാവശ്യമായിട്ട് അവരോട് വീണ്ടും 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 ഈ കാര്യം ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? അത് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക്, ക്ലൗഡിയയ്ക്ക് ഒരു എന്താ പറയുക, സ്വപ്നത്തിൽ ഒരു ദർശനം കിട്ടുന്നുണ്ട്. യേശു നീതിമാനാണ്, ഈ മനുഷ്യൻ നീതിമാനായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു ദർശനം കിട്ടുന്നുണ്ട്. ആ ക്ലൗഡിയ ഭാര്യ ആളെ വിട്ട് പീലാത്തോസിനോട് ഈ കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടിട്ട് പീലാത്തോസ് വീണ്ടും 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 3 പ്രാവശ്യമായിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യനെ ഞാൻ വിട്ടുതരട്ടെ എന്ന്. അപ്പോഴും ജനം എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞത് എന്താണ്? അവനെ കൊണ്ടുപോകുക, ബറാബാസിനെ വിട്ടുതരിക. രണ്ടാമത് എന്താ പറഞ്ഞേ? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. മൂന്നാമത് എന്താ പറയുന്നത്? അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. ഇതാണ് 23 വാക്യമാണ് പറയുന്നത്. നന്മയുടെ മേൽ തിന്മയ്ക്കുണ്ടായ ആ ഒരു വിജയം, അത് അവസാനത്തെ വിജയമായിരുന്നു. പിന്നീട് നന്മ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പം എന്താ പറയുന്നത്? അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം നമ്മുടെ പീലാത്തോസിന് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നു അതിന്. ഓക്കെ, അത്രമാത്രം പൊളിറ്റിക്കൽ പ്രഷർ, അത്രമാത്രം മോബ് പ്രഷർ, ക്രൗഡിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അത്രമാത്രം പ്രഷർ വന്നതുകൊണ്ടിട്ട് ഇനി അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് വലിയൊരു ബുദ്ധിമുട്ടാവും, അല്ലേ? ഒന്നാമത്തത് ജനങ്ങൾ കലാപകാരികളായിട്ട് മാറും. തങ്ങൾ പറഞ്ഞ കാര്യം ഭരണാധികാരി കേട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കലാപകാരികളായിട്ട് മാറും. അതിന് പീലാത്തോസ് ഭയപ്പെട്ടിരുന്നു. രണ്ടാമത് എന്താണ്? ഈ റിലീജിയസ് നേതാക്കന്മാർ, ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ പോലെയുള്ള ആളുകളില്ലേ, അവരെ എന്താ പറയുക, അവരുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നാളെ അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ന് അവർ പറയുന്നത് ഞാൻ അനുസരിക്കണം. അപ്പോൾ അത് പീലാത്തോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ക്രൗഡിനെ പേടി, ജനങ്ങളെ പേടിയുണ്ടായിരുന്നു. 2, നാളെ നമ്മുടെ ഈ നേതാക്കന്മാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അതായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളും
ഈ പൊളിറ്റിക്കൽ നേതാക്കന്മാരും റിലീജിയസ് നേതാക്കന്മാരും പറയുന്ന കാര്യം ഒരു ഭരണാധികാരി കേട്ടില്ല എന്നുണ്ടെങ്കിൽ റോമിലെ വലിയ വലിയ നേതാക്കന്മാരുടെ അടുത്ത് അവർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പോവാം, ഈ ജനതകൾക്ക്. അങ്ങനെ പോയാൽ തൻ്റെ ഈ അധികാരം തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിട്ടാണ് നമ്മുടെ ഗവർണർ അതിന് സമ്മതം മൂളുന്നത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ഗവർണർ യേശുവിനെ ക്രൂശിക്കാനായിട്ട് സമ്മതിക്കുന്നത്. ഓക്കെ, അതാണ് 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. 24 എന്തെന്നാണ്? അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു. ഗത്യന്തരമില്ലാതെ പീലാത്തോസിന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. 25 പറയുന്നത് എന്താണ്? അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലാസ്റ്റ് അവൻ ചെയ്തത്, പീലാത്തോസ് എന്താ ചെയ്തത്? ബറാബാസിനെ വിട്ടുകൊടുത്തു, ബറാബാസിനെ റിലീസ് ചെയ്തു. യേശുവിനെ അവരുടെ ഇംഗിതത്തിന്, അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഇഷ്ടം എന്തായിരുന്നു? യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ബറാബാസ് ആരാണെന്നാണ് ലാസ്റ്റ് പറയുന്നത്? കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ. ആരാണ്? കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരുന്നവൻ. അവനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് 3-ാമത്തെ ഹെഡിങ്. അപ്പോൾ യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചു. 4-ാമത്തെ ഹെഡിങ് ആണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. 26 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 26-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ഷിമയോൻ എന്നൊരു കിറേനേക്കാരനെ പിടിച്ച് നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. അപ്പം എന്താണ്? യേശുവിനെ ഇനി അവർ കുരിശിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. തറക്കപ്പെടേണ്ട കുരിശ് യേശുവിൻ്റെ തോളത്ത് അവർ വെച്ചു കൊടുത്ത് യേശുവിനെ നടത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഒരാളെ കാണുന്നത്. അവൻ്റെ പേരെന്താണ്? ഷിമയോൻ. ഏത് സ്ഥലക്കാരനാണ്? കിറേനേക്കാരൻ. കിറേന എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പോഴത്തെ ലിബിയ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് ആ സ്ഥലം. ഇപ്പോഴത്തെ ലിബിയയിലാണ് ആ സ്ഥലം ഉള്ളത്. ഓക്കെ, മെഡിറ്ററേനിയൻ സീനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പട്ടണം, ഒരു ചെറിയൊരു ഗ്രാമമാണ് ഏത്? ഈ കിറേന എന്ന് പറയുന്നത്. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്ത് നിന്ന് ആ വഴി വന്ന ഷിമയോൻ എന്നൊരു കിറേനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കാണാനുണ്ട്. ഒന്ന്, യേശുവിൻ്റെ കഷ്ടപ്പാട്. യേശു ആ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ യേശു അനുഭവിച്ച വലിയ കഷ്ടത, സഹനം, നാണക്കേട്, ഇതെല്ലാം നമ്മൾ കാണാതെ പോരുത്. 2, എന്തെന്നാണ്? ഷിമയോനെ കൊണ്ട് ഇവിടെ എന്താ ചെയ്യിപ്പിച്ച്? ഫോഴ്സ്ഫുള്ളി അവർ ബലം പ്രയോഗിച്ച് എന്ത് ചെയ്താണ്? കുരിശ് ചുമപ്പിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതെങ്ങനെ ആയിരിക്കണം? സ്വമേധയാ കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകണം, അല്ലേ? സ്വമേധയാ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. ഓക്കെ, അപ്പം 2 കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഒന്ന്, യേശുവിൻ്റെ സഹനം, യേശു സഹിച്ച ആ വലിയ പീഡനങ്ങൾ, യേശുവിൻ്റെ ആ ഒരു കഷ്ടപ്പാടുകൾ, ഇത് നമ്മൾ ഓർക്കണം. 2, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടത് ഇതുപോലെ തന്നെ നമ്മുടെ കുരിശും വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടു പോകാനാണ്. യേശു പോയ വഴിയെ പോകാനാണ് നമ്മളെല്ലാവരെയും യേശു ക്ഷണിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണിത്. കിറേനേക്കാരനായിട്ടുള്ള ഷിമയോനെ കൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി കുരിശ് ചുമപ്പിച്ചെങ്കിൽ നമ്മൾ സ്വമേധയാ നമ്മുടെ സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് പോകണം. ഓക്കെ, യേശുവിൻ്റെ പിന്നാലെ പോകണം, ആ ശിഷ്യത്വം സ്വീകരിക്കണം. 27-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ സുവിശേഷകൻ എടുത്തു പറയുന്നത് ആരെയാണ്? വിലപിക്കുന്ന, കരയുന്ന, മുറവിളി കൂട്ടുന്ന. മുറവിളി കൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കരയില്ലേ നമ്മൾ? അത് നമ്മുടെ സങ്കടത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമാണ്. നമ്മുടെ സങ്കടത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് നമ്മൾ ആക്ഷനിലൂടെ കാണിക്കുന്നതാണ്. സങ്കടം ആക്ഷനായി മാറുന്നതാണ് ഈ മുറവിളി എന്ന് പറയുന്നത്. അപ്പം അത്രമാത്രം സങ്കടത്തിൽ വിലപിക്കുന്ന ഒരു സമൂഹം യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്ന? ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. അപ്പോൾ ഇവരുടെ പ്രത്യേകത ഉണ്ടായിരിക്കും. ഒരു പക്ഷേ യേശുവെ പഠിപ്പിച്ച കാര്യങ്ങൾ
പഠിക്കുകയും യേശു കാണിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ കണ്ട് യേശുവിൽ അത്രമാത്രം വിശ്വസിച്ച് യേശുവിനെ അത്രമാത്രം സ്നേഹിച്ച് വന്ന ജനതയാണ് ഇവർ. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടവും കൂടാതെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. യേശു അത്രമാത്രം സഹിക്കുന്ന സമയത്തും യേശുവിൻ്റെ ജീവിതത്തിലെ അത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്തും അവർ യേശുവിൻ്റെ പിന്നാലെ തന്നെ പോയി. അവർക്ക് ഓടി ഒളിക്കാമായിരുന്നു, പക്ഷേ ഇല്ല, അവർ യേശുവിൻ്റെ പിന്നാലെ തന്നെ പോവാനാണ് തീരുമാനിച്ചത്. ഇതാണ് 27-ാമത്തെ വാക്യം. 28, അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഫറൻസ് പഠിക്കണം. ഏതാണ്? നമ്മൾ പണ്ട് ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഹെഡിങ് പഠിച്ചായിരുന്നു, ജെറുസലേമിൻ്റെ പതനം. ജെറുസലേമിനെ കുറിച്ച് വലിയൊരു പ്രവചനം യേശു നടത്തുന്നുണ്ട്. ജെറുസലേമിന് വരാനിരിക്കുന്ന വലിയൊരു നാശത്തെക്കുറിച്ച് യേശു പ്രവചനം നടത്തുന്നുണ്ട്. അതിൻ്റെ റെഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. അവരുടെ നേരെ തിരിഞ്ഞ് മുറവിളി കൂട്ടുകയും കരയുകയും ചെയ്യുന്ന സ്ത്രീകളുടെ നേരെ തിരിഞ്ഞിട്ട് യേശു പറയാണ്, ജെറുസലേം പുത്രിമാരെ, ജെറുസലേമിലെ പുത്രിമാരെ, സ്ത്രീകളെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. ഇതൊരു സങ്കടമല്ല, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു സങ്കടാവസ്ഥയല്ല, മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നിങ്ങളുടെ പാപത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ കരയുവിൻ. എനിക്ക് പകരം നിങ്ങൾ ബറാബാസിനെ സ്വീകരിച്ചതിനെ ഓർത്ത് നിങ്ങൾ കരയുവിൻ. നീതിമാനായ എന്നെ ക്രൂശിക്കാൻ വിട്ടതിനെ ഓർത്ത് നിങ്ങൾ കരയുവിൻ. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ എന്നെ നിരസിച്ചതിനെ ഓർത്ത് നിങ്ങൾ കരയുവിൻ. കാരണം നാളെ ജെറുസലേമിന് വരാൻ പോകുന്ന നാശം അതത്ര വലുതാണ്. ഓക്കെ, അതാണ് യേശു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ പാപത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കരഞ്ഞാൽ മതി. അതാണ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. 29-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എന്തെന്നാൽ വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുന്നു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതും ആ ജെറുസലേമിൻ്റെ പതനത്തിലെ പ്രവചനത്തിൽ യേശു പറയുന്ന വാക്യങ്ങൾ തന്നെയാണ്. എന്താ പറയുന്നത്? വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം. കാരണം നമുക്കൊരു നാശം വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താണ്? ഓടി ഒളിക്കാൻ, അഭയം പ്രാപിക്കാനാണ് ആദ്യം നമ്മൾ തിരയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈസിയാണ്, മറിച്ച് നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് ദുർബലരായി പോകും. കാരണം നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, ഏറ്റവും ഫസ്റ്റ് ആരുടെ സേഫ്റ്റിയാണ്? കുട്ടികളുടെ സേഫ്റ്റിയാണ്, കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അതാണ് ആ പറയുന്നത്, പ്രസവിക്കാത്തവർക്കും പാലൂട്ടാത്തവർക്കും ഒക്കെ ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസം വരും. കാരണം അവർക്ക് ഈസി ആയിട്ട് ഓടി രക്ഷപ്പെടാം. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക്, അമ്മമാർക്കത് പറ്റുമോ? ഗർഭിണികൾക്കത് പറ്റുമോ? ഇല്ല. അവർക്ക് വേറെ ഒരു എക്സ്ട്രാ ഒരു ബേർഡനും കൂടി വരികയാണ്. അപ്പോൾ അവരത്രമാത്രം ദുർബലരായിപ്പോവും, വൾണറബിൾ ആയിപ്പോവും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസം വരും. കാരണം ഈ നാശം പെട്ടെന്നായിരിക്കും വരണേ. ഈ ജെറുസലേമിന് വരാൻ പോകുന്ന ആ വലിയ നാശം അല്ലെങ്കിൽ പതനം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സാധനം. സ്പോണ്ടേനിയസ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സാധനമാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ ഓടി ഒളിക്കാനോ ഒന്നും ടൈം ഉണ്ടാവില്ല. അത് സംഭവിക്കുമ്പോൾ നമ്മൾ അഭയം തേടി ചെല്ലണം, അഭയം പ്രാപിക്കണം. ആ സമയത്ത് ഇത്തരക്കാർക്ക്, അമ്മമാർക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ എന്താണ്? ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് യേശു അവിടെ പറയുന്നത്. ഇത് നേരത്തെ പ്രവചനത്തിലും യേശു ഈ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 30-ാമത്തെ വാക്യം പറയുന്നത്, അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ഇതും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ആ സമയത്ത് പർവ്വതങ്ങളിൽ ചെന്ന് ഒളിക്കും, അല്ലേ? യേശു പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിലുള്ളവർ ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ, പട്ടണത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോട്ടെ, അഭയം പ്രാപിക്കാനുള്ളവർ പർവ്വതങ്ങളിലേക്ക് പോയി അഭയം പ്രാപിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശു ആ പ്രവചനത്തിൻ്റെ സമയത്ത്. അതിൻ്റെ തന്നെ വേറൊരു രീതിയാണിത്. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നും പറയും. കാരണം അവിടെയാണ് അവർക്ക് അഭയം പ്രാപിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പർവ്വതങ്ങളോടും കുന്നുകളോടും ചെന്ന് പറയും എന്ന്. അത് സിംബോളിക്കായിട്ട് യേശു അവർക്ക് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. യേശു അന്ന് പ്രവചിച്ച കാര്യങ്ങൾ കൂടി ഒന്നും കൂടി യേശു റെഫർ ചെയ്യുകയാണ് ഇവിടെ. 31-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ്. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? യേശു വലിയൊരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുകയാണ്. ജെറുസലേമിലെ പുത്രിമാരോട് ചോദിക്കുകയാണ്, പാപിയല്ലാത്ത നീതിമാനായിട്ടുള്ള എന്നോട് അവർ ഇതാണ് ചെയ്യുന്നതെങ്കിൽ,
എന്നോട് അവരിങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ പാപികളായ നിങ്ങളോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറാൻ പോകുന്നത്. അതാണ് ആ പറയുന്നത്, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കും. ഓക്കെ, 32-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റോമൻ നിയമവ്യവസ്ഥയിൽ ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് ഈ കുരിശുമരണം എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് യേശുവിൻ്റെ കൂടെ മറ്റ് 2 പേരെയും കൂടി കുരിശിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ക്രൂവലായിട്ടുള്ള പണിഷ്മെൻ്റാണ് ഈ കുരിശുമരണം എന്ന് പറയുന്നത്. വളരെ ക്രൂവലായിട്ടുള്ള പണിഷ്മെൻറ്റ്, റോമൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള പണിഷ്മെൻ്റാണ് കുരിശുമരണം. അത്രമാത്രം നമുക്ക് അപമാനം തരുന്ന വേറൊരു മരണം ആ സമൂഹത്തുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ അപമാനിക്കുന്ന, മരണത്തിൽ പോലും നമ്മുടെ ബോഡിയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ളൊരു മരണമായിരുന്നു ഈ കുരിശുമരണം എന്ന് പറയുന്നത്. അത്രമാത്രം ക്രൂവൽ പണിഷ്മെൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ഒരു കുരിശുമരണം എന്ന് പറയുന്നത്. 2, ഈ കുരിശുമരണം കൊടുക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് കാണണം, പബ്ലിക്കിന് എല്ലാവർക്കും കാണാൻ പറ്റണം. തെറ്റ് ചെയ്ത ഒരാൾ, നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന വിധി ഇതാണ്, നാളെ നീ ഈ തെറ്റ് ചെയ്താലും നിനക്കും കിട്ടാൻ പോകുന്നത് ഇതേ വിധിയായിരിക്കും എന്ന് പബ്ലിക്കിന് ഒരു ഡിസ്പ്ലേ കൊടുക്കുന്ന രീതിയിലാണ് ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. 3, എന്താണ്? ഈ കുരിശുമരണത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പതിയെ പതിയെ വേദന എടുത്തേ മരിക്കുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ മരിക്കില്ല, പതിയെ വേദന അറിഞ്ഞേ നമ്മൾ മരിക്കുള്ളൂ. അതെങ്ങനെ വേദന അറിയുന്നേ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ 2 കൈയും 2 കാലും വലിച്ച് കെട്ടിവെച്ചേക്കുകയാണ്. ഒന്നെങ്കിൽ ആണി തറക്കും അല്ലെങ്കിൽ കെട്ടിവെക്കും. ഈ സമയത്ത് നമ്മുടെ ബോഡി ഒരു ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ശ്വസിക്കണം, ഇൻഹെയിലും എക്സെയിലും ചെയ്യും അല്ലേ, ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ആവും, വീണ്ടും താഴും, എക്സ്പാൻഡ് ആവും, വീണ്ടും താഴും അല്ലേ. ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ 2 കൈയും 2 കാലും നീട്ടി വെച്ച് നിന്നാൽ നമുക്ക് ഈ എക്സ്പാൻഷൻ സംഭവിക്കില്ല. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള അളവ് ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തില്ല. നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ കിട്ടാതെ പതിയെ വേദന എടുത്ത് നമ്മൾ മരിക്കും. 2-മത്തത്, ഒരുപാട് ബ്ലഡ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ പോകുന്നുണ്ട്. കാരണം ഈ പോകുന്ന വഴിയും അവിടെ എത്തുന്ന സമയത്തും ഒരുപാട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും, ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഓക്കെ, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ബ്ലഡ് കട്ടിയാവാൻ തുടങ്ങും. കട്ടിയാവുമ്പോൾ ബ്ലഡ് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് ഹാർട്ട് ഫെയിലിയർ വന്ന് നമ്മൾ മരിച്ചു പോകും. പിന്നെ ഉള്ളത് ഷോക്കാണ്. ഇത്തരത്തിലുള്ളൊരു മരണം കിട്ടുമ്പോൾ എത്ര ധീരനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാലും അയാളൊരു ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ പോകും. ആ ഷോക്ക് നമ്മളെ മരണത്തിലേക്ക് നയിക്കും. പോരാത്തതിന് ഇതെല്ലാം കൂടി നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു അവയവങ്ങളൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഓർഗൻ ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ ഒരു കാരണമല്ല ഈ കുരിശുമരണം സംഭവിക്കുന്നത്, പല കാരണങ്ങളും ഒന്നിച്ചു കൂടുമ്പോൾ അത്രമാത്രം വേദനാജനകമായ, അത്രമാത്രം പതിയെ നടക്കുന്നൊരു മരണമാണ് എന്ത്? ഈ കുരിശുമരണം എന്ന് പറയുന്നത്. ഈ കുരിശുമരണത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ ഇതല്ല, ഈ കുരിശുമരണത്തിന് ശേഷം ഈ ബോഡി അവിടെ നിന്ന് എടുക്കില്ല. അത് കഴുകന്മാരും പക്ഷികളും വന്ന് തിന്ന് നാച്ചുറലായിട്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ആ കുരിശി തന്നെ ഇടും. അതാണ് ഈ ഒരു മരണത്തിൻ്റെ ഏറ്റവും നീചമായിട്ടുള്ളൊരു വശം. ഈ ബോഡി ഒരിക്കലും അവർ മറവ് ചെയ്യില്ല, ബറിയലില്ല. കുരിശുമരണം വഹിക്കുന്ന ആൾക്ക് കുരിശിൽ തന്നെ ആ ബോഡിയോട് പോലും അവരൊരു റെസ്പെക്റ്റ് കാണിക്കത്തില്ല. അവരെന്ത് ചെയ്യും? ആ ബോഡി അവിടെ തന്നെ ഇടും. അത് പക്ഷികൾ വന്ന് കണ്ണും മൂക്കും ഒക്കെ കൊത്തിക്കൊണ്ട് പോകും. നാച്ചുറലായിട്ട് ആ കുരിശി കിടന്ന് തന്നെ ആ ആൾ ഡീകമ്പോസ് ആയിപ്പോവും. അത്രമാത്രം എന്താ പറയുക, ക്രൂവലായിട്ടുള്ളൊരു പണിഷ്മെൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത് റോമൻ നിയമവ്യവസ്ഥയിലുണ്ടായിരുന്ന ഈ കുരിശുമരണം എന്ന് പറയുന്നത്. അതിന് വിധിക്കപ്പെട്ട 2 പേരും യേശുവിനോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെടാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് 33-ാമത്തെ വാക്യത്തിൽ, തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മലയുടെ മോളാണ്. ആ മലയുടെ ഷേപ്പ് ഒരു അസ്ഥിക്കൂടത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പായിരിക്കും. ഓക്കെ, അതാണ് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. അപ്പോൾ യേശുവിനെ നടുക്ക് കിടത്തിയിട്ട് ഇവരെ 2 പേരെയും അപ്പുറവും ഇപ്പുറവും കിടത്തുകയാണ്, ക്രൂശിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്, ഗോൽഗോത്തയുടെ മറ്റൊരു പേരാണ് തലയോട്. കണ്ടോ, ഇതാണ് ഗോൽഗോത്തയുടെ ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. ദ സ്കൾ ഹിൽ, തലയോട് എന്ന് വിളിക്കപ്പെടുന്ന ഗോൽഗോത്ത. കണ്ടോ, 34-ാമത്തെ വാക്യം പറയുന്നത്, യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ,
അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. അപ്പം എന്താ പറയുന്നത്? യേശു തൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള സഹനത്തിൽ പോലും ക്ഷമ, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരോടുള്ള ആ ഒരു അനുകമ്പ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കാണുന്നത്. യേശുവിൻ്റെ ഏറ്റവും എക്സ്ട്രീം സഫറിങ്ങിലാണ് യേശു ഇപ്പോൾ കിടക്കുന്നത്. 2 കൈയും 2 കാലും നീട്ടി വലിച്ച് യേശു കുരിശിൽ കിടക്കുകയാണ്. ഭൂമിയിലും അല്ല ആകാശത്തും അല്ലാത്ത രീതിയിൽ യേശു കിടക്കുകയാണ്. എന്നിട്ട് പോലും യേശു തന്നോട് ഈ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയാണ്. കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അവരാ ചെയ്യുന്നത്. അവർ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ നേച്ചർ അവർക്കറിയില്ല. ആരോടാണിത് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനോടാണ് അവർ ഈ ചെയ്യുന്നത്. അതൊന്നും അവർക്കറിയില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരിത് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫലം അവർക്കറിയില്ല. അപ്പോൾ അവരോട് ദൈവമേ ക്ഷമിക്കണമേ. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നീ ഇവരോട് ക്ഷമിക്കുക. ഇവർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ആരോടാണിത് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരേണ്ട, ഏറ്റവും കൂടുതൽ വെറുപ്പ് വരേണ്ട ഒരു സമയമാണ് അല്ലേ? ആ സമയത്ത് പോലും യേശു ക്ഷമിക്കുകയാണ് അവരോട്, യേശു അനുകമ്പ കാണിക്കുകയാണ് അവരോട്. ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആ പടയാളികൾക്ക് യേശു കൊടുക്കുകയാണ്, ഇതെങ്കിലും കേട്ട് ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതും യേശു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവർ അറിയില്ലായിരുന്നു എന്താണ് ഈ ചെയ്യുന്നതെന്ന്, അവർക്കറിയില്ല, അവർക്ക് അവയർനെസ് കുറവുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവരോട് ക്ഷമിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ എന്താ സംഭവിക്കുന്നത്? അതൊന്നും അറിയാത്തവർ യേശുവിൻ്റെ വസ്ത്രം വരെ ഭാഗിച്ചെടുക്കുകയാണ്. കുറിയിട്ട് ആർക്ക് വേണമെന്ന് കുറിയിട്ട് തീരുമാനിക്കുക. അത് കീറിയെടുക്കാണ്ട് അങ്ങനെ തന്നെ ആർക്ക് കിട്ടണമെന്ന് കുറിയിടുകയാണ്. അടുത്തത്, പല കാറ്റഗറി ആളുകളാണ് ഇപ്പോൾ യേശുവിന് ചുറ്റുമുള്ളത് അല്ലേ? പല ആളുകളുണ്ട്. ജനപ്രമാണികളുണ്ട്, പുരോഹിത പ്രമുഖന്മാരുണ്ട്, കുറേ പടയാളികളുണ്ട്, സോൾജേഴ്സ് ഉണ്ട്. യേശുവിനെ വധിക്കാനും യേശുവിനെ കുത്താനും യേശുവിനെ അടിക്കാനും യേശുവിനെ ക്രൂശിക്കാനും ഒക്കെ ഒരുപാട് പടയാളികളുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറം ഇപ്പുറം കിടക്കുന്ന എന്താ പറയുക, കള്ളന്മാരുണ്ട്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്ന കള്ളന്മാരുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ വചനം കേൾക്കാൻ ഗലീലയിൽ നിന്ന് യേശുവിനെ പിന്തുടർന്നു വന്നവരുണ്ട്. ഒട്ടനവധി ആളുകൾ യേശുവിൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. അവരെല്ലാവരും പല പല കാറ്റഗറിയിൽ പെട്ടവരാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് യേശുവിൻ്റെ ഈ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത്? അതിൽ 35-ാമത്തെ വാക്യത്തിൽ 2 ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ജനം എന്താ ചെയ്തത്? നോക്കി നിന്നു. ജനം എന്താ ചെയ്തത്? നോക്കി നിന്നു. 2 പ്രമാണികളാകട്ടെ, ജനപ്രമാണികൾ, അവരിൽ ഒരു മിക്ക ആളുകളും വരും. നിയമജ്ഞർ വരും, പ്രധാന പുരോഹിതന്മാർ വരും. ഓക്കെ, അങ്ങനെ മിക്ക ആളുകളും ഈ ജനപ്രമാണികളുടെ കാറ്റഗറിയിൽ വരും. അപ്പം ജനം നോക്കി നിന്നു, പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു. അപ്പം ജനം നോക്കി നിന്നു, പ്രമാണികൾ അവനെ പരിഹസിച്ചു. പരിഹസിച്ചത് എങ്ങനെയാണ്? ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ അവർ യേശുവിനെ പരിഹസിക്കുകയാണ്. എന്താ പറയുന്നത്? ഇവൻ തന്നെ രക്ഷിക്കട്ടെ. കാരണം എന്താണ്? ഇവൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാണ്, മറ്റുള്ളവർക്ക് രോഗശാന്തി നൽകുന്നവനാണ്, മരിച്ചുപോയവരെ വരെ ഉയർപ്പിച്ചവനാണ്. അങ്ങനെയുള്ള അവൻ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയപ്പെടുന്ന ഇവൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പറയപ്പെടുന്ന ഇവൻ തന്നെ രക്ഷിക്കട്ടെ. അതൊരു എന്താ പറയുക, മാനുഷികമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണത് അല്ലേ? കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് മിശിഹ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള മനുഷ്യനാണ്. അപ്പം മിശിഹ രാജാവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ ഇവന് സ്വന്തമായിട്ട് രക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. അതാണ് മാനുഷികമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അവർക്കറിയില്ല ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ആ പെസഹ ദിനത്തിൽ അർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടാണ് യേശു എന്നുള്ളത്. ആ ഒരു സത്യം, യാഥാർത്ഥ്യം അവരറിയാതെ പോവാണ്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി ആളുകളെ പറ്റി നമ്മൾ അറിഞ്ഞു. ഒന്ന് ജനം നോക്കി നിന്നുള്ളൂ. പക്ഷെ പ്രമാണികൾ എന്താ ചെയ്തത്? പരിഹസിച്ചു. വെറുതെ പരിഹസിക്കുകയല്ല, അവൻ സ്വയമേ രക്ഷിക്കട്ടെ, മറ്റുള്ളവരെ രക്ഷിക്കുന്നവനല്ലേ, അപ്പോൾ തന്നെ രക്ഷിക്കട്ടെ. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അവനെ തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രമാണികളെല്ലാവരും യേശുവിനെ കളിയാക്കാൻ, പരിഹസിക്കാൻ തുടങ്ങി. അടുത്ത കാറ്റഗറി ആളാണ് പടയാളികൾ. പടയാളികളെ പറ്റി പറയുമ്പോൾ 36, 37, 38 വാക്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. 36 എന്താ പറയുന്നത്? പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു. എന്താ കൊടുത്തത്? വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു. പരിഹസിച്ചതിൻ്റെ ഒരു ആക്റ്റാണ് ആ കാണിക്കുന്നത്. അവന് കുടിക്കാനായിട്ട് വിനാഗിരി കൊടുക്കുക എന്ന് പറയുന്നത്. വായൊക്കെ ഡ്രൈ ആയിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഡീഹൈഡ്രേഷൻ സംഭവിക്കും എന്ന് പറഞ്ഞു. ആ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ത്രോട്ടിലും മൗത്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ആ സമയത്താണ് വിനാഗിരി കൊടുക്കുന്നത്. എത്രമാത്രം പെയിൻഫുൾ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലാണ്
പടയാളികൾ യേശുവിനെ പരിഹസിച്ചത്. 37 വാക്യത്തിൽ എന്നിട്ട് പറയാണ്, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്പം എന്താ പറഞ്ഞേ? നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. നീ തന്നെ പറയുന്നല്ലോ നീ യഹൂദരുടെ രാജാവാണെന്ന്. അങ്ങനെയെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. എന്തുകൊണ്ടിട്ടാണ് ഈ പടയാളി ഈ യഹൂദരുടെ രാജാവ് എന്ന് എടുത്തു പറഞ്ഞത്? കാരണം യേശുവിൻ്റെ കുരിശിന് മുകളിൽ ഒരു ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 38 വാക്യത്തിൽ പറയുന്നത്, ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. തലയ്ക്ക് മീതെ ഒരു ലിഖിതം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും യേശുവിനെ പരിഹസിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യമാണ്. അപ്പോൾ 35 വാക്യത്തിൽ ജനവും പ്രമാണികളും, ജനം നോക്കി നിന്നു, പ്രമാണികൾ പരിഹസിച്ചു. 36 വാക്യത്തിൽ പടയാളികൾ വിനാഗിരി കൊടുത്തു, കൂടാതെ നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? 38 വാക്യത്തിൽ ഒരു ലിഖിതം എഴുതിയിട്ട്, ഒരു ടൈറ്റിൽ എഴുതിയിട്ട് യേശുവിൻ്റെ തലയ്ക്ക് മീതെ കുരിശിന് മീതെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ യഹൂദരുടെ രാജാവാണ്. അതുകൊണ്ടിട്ടാണ് അവരെടുത്ത് ചോദിച്ചത്, യഹൂദരുടെ രാജാവാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞത്. 39 വാക്യത്തിൽ ആ ക്രിമിനൽ, കൂടെ തറക്കപ്പെട്ട ക്രിമിനലിൽ ഒരാൾ, ഓക്കെ, കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു. ഓക്കെ, അവനെ പരിഹസിച്ചും അവനെ എന്താ പറയുക, വിശ്വാസമില്ലാത്ത രീതിയിലുമൊക്കെ ദുഷിച്ചു പറയാണ്, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപ്പം എന്താ പറയുന്നത്? നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. മാറിപ്പോവരുത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചോദിക്കുന്നത്. പ്രമാണികൾ ചോദിക്കുന്നത് ഒരു രീതിയിൽ, പടയാളികൾ ചോദിക്കുന്നത് ഒരു രീതിയിൽ, ഈ ചീത്തക്കള്ളൻ ചോദിക്കുന്നതും ഒരു രീതിയിൽ. ഇയാൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ദുഷിച്ചുകൊണ്ട് യേശുവിനോട് ചോദിക്കുന്നത് എന്താണ്? നീ ക്രിസ്തുവല്ലേ, നിന്നെയും കൂട്ടത്തിൽ ഞങ്ങളെയും രക്ഷിക്കുക. അപ്പോൾ യേശുവിന് ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിൽ, യേശുവിന് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ, ഒരു രീതിയിലുള്ള പശ്ചാത്താപവും, താൻ തെറ്റ് ചെയ്തു, താനൊരു ക്രിമിനലാണ് എന്നുള്ളൊരു പശ്ചാത്താപവും ഇല്ലാത്ത രീതിയിലാണ് അവൻ യേശുവിനോട് സംസാരിച്ചത്. ഓക്കെ, ആൻഡ് 40 വാക്യത്തിൽ നല്ല കള്ളനാണ് പറയുന്നത്. നല്ല കള്ളൻ എന്താ പറയുന്നത്? നല്ല കള്ളൻ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാം കേട്ടോ. 40, 41, 42, 43 4 കാര്യങ്ങൾ പഠിക്കണം. 40 എന്താ പറയുന്നത്? അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, അവനെ വഴക്ക് പറഞ്ഞു, അല്ലേ? ചീത്തക്കള്ളനെ, യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കള്ളനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഇവൻ ദൈവപുത്രനാണ്. ദൈവപുത്രനെ ദുഷിച്ചു പറയാനായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. നീ അവനെ ദുഷിച്ചു പറയുന്നതിന് മുൻപ് നീ നിന്നെ തന്നെ നോക്ക്. നീയും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവനല്ലേ? നീയും കുരിശിൽ കിടക്കുന്നവനല്ലേ? നീ ദൈവദൂഷണം പറയുന്നത് എന്താ? നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിച്ച് ആദ്യമേ ഈ നല്ല കള്ളൻ ഈ ചീത്തക്കള്ളന് വഴക്ക് പറയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. ഇവനെല്ലാം മനസ്സിലാക്കിയാണ് പറയുന്നത്. യേശുവിലുള്ള വിശ്വാസം, യേശുവിനോടുള്ള സ്നേഹം ഒക്കെ മനസ്സിലാക്കിയാണ് അവൻ പറയുന്നത്. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മൾക്ക് തെറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്, അത് ന്യായം. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ശിക്ഷ ലഭിച്ചിരിക്കുന്നത്, ഇത്രയും വലിയൊരു ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളത് ചെയ്തവരാണ്. പക്ഷെ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നല്ല കള്ളൻ സ്വന്തം തെറ്റ് മനസ്സിലാക്കി. അവൻ ഈ പറയുന്നതിലൂടെ അവൻ്റെ മാനസാന്തരമാണ് അവനാ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ഈ കിട്ടിയ ശിക്ഷ എന്തുകൊണ്ടിട്ടാണ്? ഞാൻ ആ തെറ്റ് ചെയ്തതുകൊണ്ടിട്ടാണ് എനിക്ക് ശിക്ഷ കിട്ടിയത്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടാണ് പശ്ചാത്താപം വരുന്നത്. ഇപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യാണ്? മാനസാന്തരപ്പെടുകയാണ്. ഞാൻ ആ തെറ്റ് ചെയ്തതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ ശിക്ഷ ലഭിച്ചത്, നീ ആ തെറ്റ് ചെയ്തതുകൊണ്ടിട്ടാണ് നിനക്ക് ഈ ശിക്ഷ ലഭിച്ചത്. പക്ഷെ ഇവൻ അങ്ങനെയല്ല, യേശു അങ്ങനെയല്ല. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും വലിയൊരു ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റും ഇവൻ ചെയ്തിട്ടില്ല എന്ന് ആ നല്ല കള്ളൻ പറയാണ്. 42 വാക്യത്തിൽ എന്താ പറയുന്നത്? അവൻ തുടർന്നു യേശുവിനെ മനസ്സിലാക്കി യേശുവിനോട് അവൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്? യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ അവൻ മാനസാന്തരപ്പെട്ടു. 2ാമത്തെ വാക്യത്തിൽ യേശു തിരിച്ചു വരും, ദൈവരാജ്യത്തിൽ അവൻ വിശ്വസിച്ചു. തിരിച്ചു വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ അവൻ നല്ലോണം വിശ്വാസം അർപ്പിച്ചിട്ട് പറയാണ്, ഇവൻ വിജയിക്കും, മരണത്തിനെ ജയിച്ചവൻ വിജയിയായിട്ട് തിരിച്ചു വരും. അപ്പോൾ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണേ, എൻ്റെ കാര്യം കൂടി ഓർക്കണേ. അപ്പം എന്നെ അതിൽ ഓർക്കുകയും ചെയ്യണം, എന്നെ അതിൽ ഇൻക്ലൂഡും ചെയ്യണം. അതാണ് അവനാ പറയാതെ പറയുന്നത്. നിൻ്റെ രാജ്യത്തിൽ നീ ഫ്യൂച്ചറിൽ നിൻ്റെ കിങ്ഡമായിട്ട് നീ വരുമ്പോൾ നീ എന്നെ ഓർക്കണം, എന്നെ അതിൽ ഇൻക്ലൂഡും ചെയ്യണം എന്ന് നമ്മുടെ ഈ നല്ല കള്ളം പറയാണ്, അപരൻ
നല്ല കള്ളൻ പറയാണ്. യേശു അതിന് കൊടുക്കുന്ന വലിയൊരു മറുപടി ഉണ്ട്. ഇമ്മീഡിയറ്റ്, തൽക്ഷണം തന്നെ യേശു ഒരു മറുപടി കൊടുക്കുകയാണ്. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്ന്. അവൻ മരിച്ചു കഴിഞ്ഞ ആ ദിവസം തന്നെ നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. പറുദീസ എന്ന് പറയുന്നത് വളരെയധികം ആനന്ദവും വിശ്രമവും നമുക്ക് നൽകുന്നൊരു സ്ഥലമാണ് പറുദീസ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വലിയൊരു പ്രോമിസ് ഉണ്ട്. മാനസാന്തരപ്പെട്ട്, സ്വന്തം തെറ്ററിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ റെസ്പെക്റ്റ് ചെയ്ത് യേശുവിൻ്റെ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ വിശ്വാസം അർപ്പിച്ച് എന്നെയും അതിൽ പങ്കാളിയാക്കണേ, എന്നെയും ഓർക്കണേ എന്ന് ഒരു വാക്കവൻ പറഞ്ഞോളൂ. യേശു കൊടുത്ത വലിയൊരു പ്രോമിസ് എന്താണ്? ഇന്ന് നീ മരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പിന്നത്തേക്ക് വെച്ചില്ല, ആ മൊമെൻറ്റിൽ തന്നെ അവൻ അതിനുള്ള ആൻസർ കിട്ടുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ പ്രോമിസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിവാർഡാണ്. പിന്നത്തേക്കൊന്നുമില്ല, ഇമ്മീഡിയറ്റ് റിവാർഡാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാപമോചനമാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനുഗ്രഹമാണ്, ഇമ്മീഡിയറ്റ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അടുത്തത് യേശുവിൻ്റെ മരണം. 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. 44-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ഇതെന്താണ് ഈ 6-ാം മണിക്കൂർ 9-ാം മണിക്കൂർ എന്നൊക്കെ പറയുന്നത്? സൂര്യൻ ഉദിക്കുന്നത് മുതൽ, അവർ 6 മണിയാണത് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സൂര്യൻ ഉദിക്കുന്നത് മുതലുള്ള സമയമാണ്. അപ്പോൾ 7 മണിയാകുമ്പോൾ 1-ാം മണിക്കൂർ, 8 മണിയാകുമ്പോൾ 2-ാം മണിക്കൂർ, അങ്ങനെ പോയി 6-ാം മണിക്കൂർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണി. എപ്പോഴാണ് 6-ാം മണിക്കൂർ? എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണി. അടുത്തത് ഏകദേശം യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ എന്തായിരുന്നു? 12-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 മണി, ഉച്ചയ്ക്ക് 3 മണി വരെയും ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണോ? നട്ടുച്ചയ്ക്ക് അന്ധകാരം വ്യാപിക്കുക, ഇരുട്ട് വരിക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക ഗ്രഹണമല്ല അല്ലേ? അപ്പോൾ അവിടെ അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വിധിയാണ്. മനസ്സിലായോ? പാപത്തിനും യേശുവിൻ്റെ മരണത്തിനും എതിരായിട്ടുള്ള ദൈവത്തിൻ്റെ വിധി. അവിടെ അന്ധകാരം വ്യാപിക്കുകയാണ്. ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം അവിടെ, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, പറയാണ് 45-ാമത്തെ വാക്യത്തിൽ സൂര്യൻ ഇരുണ്ടു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ ഇരുണ്ടു, അന്ധകാരം വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഇരുണ്ടു. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദേവാലയത്തിലെ തിരശീല നടുവേ കീറി, മുകൾ മുതൽ താഴെ വരെ നടുവേ കീറിപ്പോയി. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ദേവാലയം എന്ന് പറയുന്നത് തന്നെ ഒരു വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലം അത്യധികം വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലം അത്യധികം വിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് സെപ്പറേറ്റ് ആയി. ഇതുവഴി നമുക്ക് പുതിയൊരു പാത തെളിക്കുകയാണ്. എങ്ങോട്ടേക്ക്? ദൈവത്തിലേക്ക്. ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്കുള്ളൊരു പുതിയ പാത നമുക്ക് തെളിഞ്ഞു കിട്ടുകയാണ്. ഇവിടെ സ്വന്തം മകൻ്റെ മരണം, പുത്രൻ്റെ മരണത്തിൽ ദൈവം അവിടെ സന്നിഹിതനായിരുന്നു എന്ന് നമ്മളെ കാണിക്കുകയാണ് ഈ 2 കാര്യങ്ങളിലൂടെ. ഏതൊക്കെയാണ്? സൂര്യൻ ഇരുണ്ടു, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. എത്ര മണിക്കൂർ? 3 മണിക്കൂറാണ്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെയും ഭൂമിയിൽ എങ്ങും അന്ധകാരമായിരുന്നു. അതിനർത്ഥം സൂര്യൻ ഇരുണ്ടുപോയി. 2 എന്താണ്? ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്വന്തം പുത്രൻ ഇത്രയും സഹിച്ച് മരിക്കുന്ന സമയത്ത് ദൈവം അവിടെ സന്നിഹിതനായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇത്രയും വലിയ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഇവൻറ്റുകൾ അവിടെ സംഭവിച്ചത്. 46-ാമത്തെ വാക്യത്തിൽ യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന അത്രമാത്രം സ്വരമുയർത്തിയായിരുന്നു. പിതാവിനോടുള്ള പ്രാർത്ഥന അത്രമാത്രം ഉറക്കെയായിരുന്നു. എന്താണ്? യേശുവിന് പിതാവിനോടുള്ള ആ ഒരു വിശ്വാസം, യേശുവിന് പിതാവിനോടുള്ള ആ ഒരു ട്രസ്റ്റാണ് ആ കാണിക്കുന്നത്. സ്വന്തം മരണസമയത്ത് പോലും പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് തന്നെ. അപ്പോൾ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് യേശുവും ദൈവവും തമ്മിലുണ്ടായിരുന്നത്. പിതാവും പുത്രനും തമ്മിൽ അത്രമാത്രം നമുക്ക് കൊതി തോന്നുന്നൊരു റിലേഷൻഷിപ്പാണത് അല്ലേ? മരണത്തിൽ പോലും യേശു പിതാവിൻ്റെ കരങ്ങളിൽ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കുകയാണ്. ഏതൊരാളും പഴിക്കുന്ന ടൈമാണത്.
അവിടെയും യേശു എന്താ ചെയ്തത്? പിതാവിനോടുള്ള തൻ്റെ ആ ഒരു വിശ്വാസം, സ്നേഹം ഒക്കെ കാണിക്കുകയാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൗത്യം അവിടെ തീരുകയാണ്. മനസ്സിലായോ? അവനെ കംപ്ലീറ്റ് ചെയ്തു. ഭൂമിയിലുള്ള ആ ഒരു വീണ്ടെടുപ്പിൻ്റെ ദൗത്യം യേശു കംപ്ലീറ്റ് ചെയ്തു. പിന്നെന്താണ് യേശു ചെയ്തത്? തൻ്റെ ആ വലിയൊരു ശുശ്രൂഷ സമാപിച്ചു. 2 കാര്യങ്ങളുണ്ട്. ഭൂമിയിലെ തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൗത്യം താൻ കംപ്ലീറ്റ് ചെയ്തു, തൻ്റെ വലിയ ശുശ്രൂഷ സമാപിച്ചു. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു എന്താ ചെയ്തത്? പിതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കുകയാണ്. 47-ാമത്തെ വാക്യം, ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ആരാണ് ഈ ശതാധിപൻ? അയാളൊരു ഒരു സൈനിക നേതാവ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറാണ്. ഓക്കെ, ശതാധിപൻ ഒരു 100 പട്ടാളക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അധിപൻ 100 പട്ടാളക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മിലിറ്ററി ഓഫീസറാണ് ഒരു ശതാധിപൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു നിന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പറയാണ്, യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. നീതിമാനായിട്ടുള്ള മനുഷ്യൻ്റെ മരണമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് നിന്നത്. എന്നിട്ട് 48-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന ജനം മാറത്തടിച്ചുകൊണ്ട്, നമ്മൾ എപ്പോഴാണ് മാറത്തടിക്കണേ? നമ്മൾക്കിതുപോലെ പെയിൻ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ ആക്ഷനായിട്ട് കാണിക്കുന്നതാണ് ഈ മാറത്തടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത്, മാറത്തടിക്കുക എന്ന് പറയുന്നത്. ജനം അതും അത്രമാത്രം സങ്കടപ്പെട്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. അതിലൂടെ അവരുടെ പശ്ചാത്താപം നമുക്ക് കാണാം. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ആ ഒരു സമയം മാറുന്നുണ്ട്. 49-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞത് ആരെക്കുറിച്ചിട്ടാണ്? അവനുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്തവരെ പറ്റിയാണ്. ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, കണ്ടു നിന്ന് ജനം മാറത്തടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പക്ഷെ ഇതിനൊന്നും സാധിക്കാതെ നിന്നൊരു കൂട്ടമുണ്ട്. അതാരാണ്? യേശുവിന് അത്രമാത്രം പ്രിയപ്പെട്ടവർ, യേശുവിന് അത്രമാത്രം പരിചയമുള്ളവർ, യേശുവിന് അനുഗമിച്ചുകൊണ്ട് ഗലീലി മുതൽ ജെറുസലേം വരെ വന്നവർ. ഇവരെല്ലാവരും യേശുവിൻ്റെ അവസ്ഥയെ നോക്കിക്കൊണ്ട് ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ഘട്ടത്തിൽ യേശുവിനെ വിട്ടു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഫിസിക്കലി അവർ ക്ലോസ് അല്ലായിരിക്കാം, പക്ഷേ ആത്മീയമായിട്ടും ഉള്ളുകൊണ്ടും അവർ യേശുവിൻ്റെ അടുത്ത് തന്നെയാണ്. യേശുവിൻ്റെ അടുത്ത് അവർ ട്രാവൽ ചെയ്ത് യേശുവിൻ്റെ അടുത്ത് യേശുവിനെ നോക്കി അവർ നിൽക്കുന്നുണ്ട്. അതൊരു പേഴ്സണൽ കണക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഹെഡിങ് ആണ് യേശുവിനെ സംസ്കരിക്കുന്നു. 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 50-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. എന്താണ് ഐഡൻറ്റിറ്റി? അവൻ്റെ പേര്. എന്താ പേര്? ജോസഫ്. ഇനി ഇവൻ്റെ സ്ഥലം പറയുന്നുണ്ട്, ഒറിജിൻ പറയുന്നുണ്ട്. യൂദയായിലെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ആദ്യം പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? പ്ലേസ്, ഒറിജിൻ, എവിടെയായിരുന്നു. 2, എന്തായിരുന്നു അയാളുടെ സ്ഥിതി? അയാൾ ആലോചനാ സംഘത്തിലെ അംഗമായിരുന്നു. അതായിരുന്നു അയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്തായിരുന്നു അയാളുടെ ഡ്യൂട്ടി? അയാൾ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ, യേശുവിന് ഇത്രയും വലിയൊരു വിധി പ്രസ്താവിച്ച, യേശുവിന് വേണ്ടി കരുക്കൾ നീക്കിയ ഒരു സംഘത്തിലെ അംഗമായിരുന്നു. പക്ഷേ അയാളുടെ ക്യാരക്ടർ വളരെ നല്ലതായിരുന്നു. അയാൾ നല്ലവനും നീതിമാനുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സംഘത്തിൽ അയാൾ ഉണ്ടെങ്കിൽ പോലും അയാളുടെ ഇഷ്ടത്തിനായിരുന്നില്ല സംഘം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ആ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് അയാൾ എതിരായിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. 51-ാമത്തെ വാക്യം നോക്കാം. അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. കണ്ടോ, ആലോചനാ സംഘത്തിൻ്റെ പ്രവർത്തികൾക്ക് എതിർത്ത് നിന്നവനായിരുന്നു ആര്? അരിമത്യാക്കാരനായിട്ടുള്ള ജോസഫ്. അതുമാത്രമല്ല, ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ നല്ല കള്ളനെ പോലെ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്.
ഒന്ന് ആലോചനാ സംഘത്തിലെ അംഗമായിരുന്നെങ്കിൽ പോലും അവരുടെ ആലോചനകളിലോ പിന്നീട് അവർ യേശുവിനോട് ചെയ്ത പ്രവൃത്തികളിലോ അവൻ പങ്കുചേർന്നിട്ടില്ല. കാരണം അവൻ നീതിമാനായിരുന്നു, അവൻ നല്ലവനായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു. തൊട്ടു മുന്നേ ദൈവരാജ്യം പ്രതീക്ഷിച്ചത് ആരായിരുന്നു? ആ അപരൻ, നല്ലവനായിട്ടുള്ള കള്ളനായിരുന്നു. 52 വാക്യം നമുക്ക് നോക്കാം. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. ഒരു ബോൾഡായിട്ടുള്ള റിക്വസ്റ്റ് പീലാത്തോസിൻ്റെ മുന്നിൽ വെക്കുകയാണ്. യേശുവിൻ്റെ ശരീരം വേണം. ഇയാളൊരു യഹൂദനായിരുന്നു. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ശരീരങ്ങൾ കുരിശിൽ തന്നെ കിടത്താൻ പാടില്ല. ശരീരങ്ങൾ പ്രോപ്പറായിട്ട് ബറി ചെയ്യണം, സംസ്കരിക്കണം. അതായിരുന്നു യഹൂദരുടെ ആചാരം എന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്തു? ബോൾഡായിട്ട് ചെന്ന് പീലാത്തോസിനോട്, മറ്റാരോടും കൺസൾട്ട് ചെയ്യാണ്ട് പീലാത്തോസിനോട് ചെന്ന് റിക്വസ്റ്റ് വെക്കുകയാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരം വേണം, ശരീരത്തിന് മാന്യമായിട്ട് റെസ്പെക്റ്റ്ഫുള്ളി എനിക്ക് ശരീരം സംസ്കരിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ റിക്വസ്റ്റ് വെക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇയാളൊരു യഹൂദനാണ്. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ശരീരങ്ങൾ എന്ത് ചെയ്യണം? സംസ്കരിക്കണം. ഓക്കെ, അങ്ങനെ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ഈ പുള്ളി ചോദിക്കുകയാണ്. അരിമത്യക്കാരനായിട്ടുള്ള ജോസഫ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ യഹൂദരുടെ കസ്റ്റം നമ്മളൊന്നും മനസ്സിലാക്കണം. അതിന് മുൻപ് എന്തുകൊണ്ടിട്ടായിരിക്കും ഇയാൾ ശരീരം ചോദിച്ചിട്ടുണ്ടാവണത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിനെ അത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട്, അനുകമ്പ തോന്നിയിട്ടുണ്ട് യേശുവിനോട്. യേശുവിനെ അത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട്, യേശുവിനോട് അത്രമാത്രം അനുകമ്പ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തേത് എന്താണ്? യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് കുരിശിന്മേൽ ശരീരങ്ങൾ കിടത്താൻ പാടില്ല. ഓക്കെ. മൂന്നാമത്തേത് എന്തെന്നാണ്? ഇവരുടെ ആചാരം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, അതൊരു ക്രിമിനലിൻ്റെ ബോഡി ആണെങ്കിൽ പോലും അത് സംസ്കരിക്കണം. ഓക്കെ. നാലാമത്തേത് എന്താണ്? ഈ റോമക്കാരുടെ ഈ പ്രാക്ടീസിനോട് അയാൾക്ക് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് മറ്റാരോടും കൺസൾട്ട് ചെയ്യാണ്ട് അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് പീലാത്തോസിനോട് അനുവാദം ചോദിച്ചത്. അടുത്തത് 53 വാക്യം. അവനത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടി ഉണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. അപ്പോൾ യേശുവിൻ്റെ ബോഡീനോട് റെസ്പെക്റ്റ് കാണിക്കണം എന്ന് തോന്നി നമ്മുടെ ഈ അരിമത്യക്കാരനായിട്ടുള്ള ജോസഫ് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി. യഹൂദന്മാരുടെ ഒരു ആചാരമാണ് ഈ ഒരു തുണി കൊണ്ട് പൊതിയുക എന്ന് പറയുന്നത്. ശരീരം ഫുള്ള് റാപ്പ് ചെയ്യും, തുണി കൊണ്ട്, വെള്ള തുണി കൊണ്ട് റാപ്പ് ചെയ്യും. അപ്പോൾ ആ ആചാരം അനുസരിച്ച് തുണിയിൽ പൊതിഞ്ഞ് എന്ത് ചെയ്തു? പാറയിൽ വെട്ടിയുണ്ടാക്കിയ ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു കല്ലറയിൽ വെക്കുകയാണ്. സ്പീഡിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ സ്പീഡിൽ. കാരണം യേശു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അസ്തമിക്കാൻ അധികം സമയമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ശരീരം ടോമ്പിൽ വെക്കണം. അപ്പോൾ എന്ത് ചെയ്തു? സ്പീഡിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ്. സ്പീഡിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ശരീരം ഉറക്കുകയാണ്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു. ആരും ഇതുവരെ കിടന്നിട്ടില്ലാത്ത പുത്തനൊരു കല്ലറയിൽ, പാറമേൽ വെട്ടിയുണ്ടാക്കിയ വലിയൊരു കല്ലറയിൽ ഒരു രാജാവിനെ പോലെ യേശുവിനെ കിടത്തുകയാണ്. 54 വാക്യം പറയാണ്, അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവും. എന്താ പറയുന്നേ? എന്തുകൊണ്ടിട്ടാണ് ഇദ്ദേഹം എത്ര സ്പീഡിൽ അത് ചെയ്തത്? ഇന്ന് കുരിശി കിടന്നാൽ നാളെ അത് നമുക്ക് ഇന്ന് കുരിശിൽ നിന്ന് എടുത്തു, നാളെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം സാബത്തിൻ്റെ ആരംഭമാണ്. ഓക്കെ. ഫ്രൈഡേ നൈറ്റ് മുതൽ സാറ്റർഡേ നൈറ്റ് വരെയും എന്താണ്? സാബത്താണ് അവർക്ക്. ഓക്കെ. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അവർ വിശ്രമിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരൊരു ജോലിയും ചെയ്യില്ല, പ്രത്യേകിച്ച് സംസ്കാര ചടങ്ങുകളൊന്നും നടത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശരീരം 2 ദിവസം കുരിശിൽ തന്നെ കിടക്കേണ്ടി വരും. ആ സ്ഥിതിയാണെങ്കിലോ കഴുകന്മാർ വന്ന് കൊത്തിക്കൊണ്ടു പോകും. അത് നാച്ചുറലായിട്ട് അവിടെ കിടന്ന് ഡീകമ്പോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാബത്തിൻ്റെ ആരംഭത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്പീഡിൽ തന്നെ നമ്മുടെ ഈ അരിമത്യക്കാരനായിട്ടുള്ള ജോസഫ് യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുകയാണ്. പിറ്റേന്ന് എന്താണ്? ആ ദിവസം രാത്രി മുതൽ എന്ത് തുടങ്ങുകയാണ്? സാബത്ത് ആരംഭിക്കുകയാണ്. ഓക്കെ. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അപ്പോൾ ഈ അരിമത്യക്കാരനായിട്ടുള്ള ജോസഫിൻ്റെ കൂടെ ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളും ഈ കല്ലറ കാണാൻ പോയിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ റെഫറൻസ് 24 അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മഗ്ദലന മറിയൊക്കെ പെടും കേട്ടോ. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയിട്ട് കല്ലറയൊക്കെ കണ്ട് അവൻ്റെ ശരീരം എങ്ങനെയാണ് സംസ്കരിച്ചത് എന്ന് കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ യഹൂദരുടെ ആചാരമനുസരിച്ച് നമ്മുടെ ഈ ശരീരം
ഈ സുഗന്ധ തൈലം കൊണ്ട് പൂശും. ഫുൾ ബോഡി എന്ത് ചെയ്യും? സുഗന്ധ തൈലം കൊണ്ട് പൂശും. ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് അവരിങ്ങനെ ചെയ്യുന്നതിൽ. ഒന്നാമത്തെ കാര്യം, മരിച്ചുപോയ വ്യക്തിയോട് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് റെസ്പെക്റ്റ് കാണിക്കാൻ പറ്റുന്ന, ഹോണർ കാണിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടാണ് അവർ ഈ തൈലം പൂശൽ ശുശ്രൂഷ ചെയ്യുന്നത്. പൊതുവേ അത് യഹൂദ സ്ത്രീകളുടെ പണിയാണത്. യഹൂദ സ്ത്രീകളാണ് ഈ തൈലങ്ങളൊക്കെ ഈ ശരീരത്തിൽ പൂശുന്ന മെയിൻ ജോബ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ആ മരിച്ചുപോയ വ്യക്തിയോടും ആ ബോഡിയോടും കാണിക്കുന്ന റെസ്പെക്റ്റ്, ഹോണറാണ്. രണ്ടാമത്തേത് എന്താണ്? അവർ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആത്മാവ്, അത്രമാത്രം വിശുദ്ധമായിട്ടുള്ള ആത്മാവിനെ വഹിക്കുന്ന ഒരു വെസലാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തെ അവർ അത്രമാത്രം ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ടിട്ടും കൂടിയാണ് ഈ ശരീരത്തിൽ അവർ തൈലം പൂശുന്നത്, മരണശേഷം തൈലം പൂശുന്നത്. മൂന്നാമത്തേത് എന്തിനാണ്? ഈ ബോഡി കുറച്ച് നാളും കൂടി അഴുകാണ്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ തൈലം പൂശുന്നത്. നാലാമത്തത് ഈ ശരീരത്തിൽ നിന്ന് ചീത്ത ദുർഗന്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ ഈ തൈലം പൂശുന്നത്. അത് യഹൂദരുടെ ഇടയിലുള്ളൊരു കസ്റ്റമായിരുന്നു, ഒരു ആചാരമായിരുന്നു ഈ തൈലം പൂശുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൈലം പൂശാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മഗ്ദലന മറിയവും ഈ കൂട്ടര്, ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളെന്ന് പറയുന്ന ആ കാറ്റഗറി ആളുകൾ ഈ അരിമത്യക്കാരനായിട്ടുള്ള ജോസഫിൻ്റെ കൂടെ വന്ന് യേശുവിനെ എവിടെയാണ് കിടത്തിയിരിക്കുന്നത്, കല്ലറ എങ്ങനെയാണ്, യേശുവിനെ കിടത്തിയിരിക്കുന്നത് എവിടെയാണെന്നൊക്കെ കണ്ടിട്ട് പോയത്. എന്നിട്ട് പറയാണ്, അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. കാരണം പൂശാൻ പറ്റില്ല. കാര്യം എന്താ? സാബത്ത് ആരംഭിച്ചു. സാബത്ത് ആരംഭിച്ചാൽ ഇത്തരം പ്രവൃത്തികളൊന്നും അവർ ചെയ്യാൻ പാടില്ല. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. അപ്പോൾ സാബത്തിൽ അവർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത്, സാബത്ത് തുടങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം അവർ പ്രിപ്പയർ ചെയ്ത് സാബത്ത് അവർ നിയമാനുസൃതമായിട്ട് തന്നെ ആചരിച്ചു. എന്നിട്ട് സാബത്തിന് ശേഷം വന്നിട്ടാണ് നമ്മുടെ മഗ്ദലന മറിയം തൈലം പൂശാൻ വേണ്ടി വരുന്നതും അപ്പോൾ യേശുവിനെ കല്ലറയിൽ കാണാതെയാവുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ 23-ാമത്തെ അധ്യായം. 56 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.